कल्पतरुभ्यश्च कृपासिन्धुभ्यो च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री गदाधर श्रीवासादि गौरभक्तवृंदम। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरये। എല്ലാവർക്കും ഈ ഒരു സായാഹ്ന മഹാഭാരത ചർച്ചയിലേക്ക് സ്വാഗതം. നമ്മൾ മുമ്പ് കഴിഞ്ഞ ആഴ്ച പറഞ്ഞു നിർത്തിയത് എവിടെയായിരുന്നു? കുന്തി ദേവി ദേവന്മാരെ മന്ത്രം ഉപയോഗിച്ച് വിളിച്ചു വരുത്തി അവരുടെ അനുഗ്രഹത്താൽ അവർക്ക് പുത്രന്മാരുണ്ടായി അല്ലെ. ആദ്യം യുധിഷ്ഠിരൻ, ഭീമൻ, അർജുനൻ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും മാദ്രിക്ക് ഈ മന്ത്രം, അതായത് ഭർത്താവായിട്ടുള്ള പാണ്ഡുവിന്റെ ആഗ്രഹപ്രകാരം സപത്നിയായിട്ടുള്ള മാദ്രിക്ക് കുന്തിദേവി ഉപദേശിച്ചു കൊടുക്കുന്നു. ആ മന്ത്രം ഉപദേശിച്ചു കൊടുത്ത ശേഷം അവർക്ക് അശ്വിനി ദേവന്മാരെ വിളിച്ചു വരുത്തി അവരുടെ അനുഗ്രഹത്താൽ 2 പുത്രന്മാർ ജനിക്കുന്നു. അതാണ് നകുല സഹദേവന്മാര്. അത് കഴിഞ്ഞ് പാണ്ഡുവിന്റെ മരണം. അതെങ്ങനെയാന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞിരുന്നു. ഹിന്ദമൻ എന്നൊരു മുനി മാനിന്റെ വേഷത്തില് സ്വന്തം പത്നിയുമായിട്ട് പറയാ അവരുടെ പ്രൈവറ്റ് ടൈം അല്ലെ, അവരുടെ സ്വകാര്യ നിമിഷങ്ങൾ ഇരിക്കുന്ന സമയത്ത് മാനാണ് തെറ്റിദ്ധരിച്ച് പാണ്ഡു അമ്പയിക്കുകയും 1 അല്ല 5 തവണ അമ്പയിക്കുകയും 5 അമ്പും ശരീരത്തിൽ തറച്ചു കയറി അദ്ദേഹം ആ മനുഷ്യരൂപത്തിലേക്ക് വീണ്ടും വരികയാണ്. അങ്ങനെ ഈ ഒരു അവസരത്തിൽ തന്നെ മരണത്തിലേക്ക് തള്ളിവിട്ട പാണ്ഡുവിന് ഒരിക്കലും ഒരു സ്ത്രീ സംയോഗം ഉണ്ടാവരുത്. അങ്ങനെ ഉണ്ടായാൽ അയാള് മരണപ്പെട്ടു പോകുമെന്നൊരു ശാപവും നൽകുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞു കുറച്ച് നാളുകൾ കടന്നുപോയി. അങ്ങനെ ഒരു വസന്ത ഋതുവിൽ ഇങ്ങനെ പൂക്കളും പൂത്തൊലിഞ്ഞ് നിൽക്കുന്ന സമയം, പ്രകൃതി അതിമനോഹരമായിട്ട് നൃത്തം വയ്ക്കുന്ന ഒരു സമയത്ത് മാതിരോടൊപ്പം നടന്നു പോകുന്ന, അല്ലെങ്കിൽ അവിടെ വനത്തിൽ വിഹരിക്കുന്ന പാണ്ഡുവിൽ ഒരു പ്രണയമോ ചപല വികാരങ്ങളൊക്കെ ഉടലെടുക്കുകയും തന്റെ ജീവനാണ് അതിന് വില നൽകേണ്ടെന്നുള്ള മനസ്സിൽ അതുപോലും ഓർക്കാതെ പാണ്ഡു മാദ്രിയെ സ്പർശിക്കുന്ന മാത്രയിൽ മരണപ്പെടുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന മറ്റു മുനിമാരെല്ലാം ചേർന്ന് പാണ്ഡുവിന്റെ ശവദാഹമൊക്കെ നടത്തി, കാട്ടിൽ തന്നെ നടത്തി. ബാക്കിയുള്ള കത്താത്ത സാധനം, എരിഞ്ഞു തീരാത്ത ഭൗതിക അവശിഷ്ടങ്ങളുമായിട്ട് ഹസ്തിനപുരിലേക്ക് പോകുന്നുണ്ട്. അവിടെ പോയി ഭീഷ്മരെ കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുട്ടികളെയും അവിടെ ഏൽപ്പിച്ച് അവിടെയുള്ള ഭീഷ്മാദി മറ്റ് കുരുപ്രമുഖരെല്ലാം ചേർന്ന് ഈ പാണ്ഡുവിന്റെയും ഭാര്യ മാദ്രി എന്ത് ചെയ്യുന്ന വെച്ചാൽ ഭർത്താവിന്റെ ചിതയിൽ ചാടി ആത്മാഹുതി ചെയ്യും. താൻ കാരണമാണല്ലോ, എന്താ പറയാ, ഇൻഡയറക്റ്റ് ആയിട്ടാണെങ്കിലും താനും ഒരു കാരണമാണല്ലോ എന്നൊരു ഇതില് കുന്തി ആത്മാഹുതി ചെയ്യാൻ ശ്രമിക്കുമ്പോൾ മാദ്രി പറയും, എനിക്ക് 5 കുട്ടികളെ വളർത്താനുള്ള കഴിവും പ്രാപ്തിയൊന്നും ഇല്ല, അത് മാത്രമല്ല എൻ്റെ ഒരു തെറ്റുവിനകത്തുണ്ടല്ലോ എന്നുള്ള രീതിയിൽ മാദ്രി പ്രാണാഹുതി ചെയ്യാണ്. അങ്ങനെ 5 കുട്ടികളുടെ ഉത്തരവാദിത്വം കുന്തിദേവി ഏറ്റെടുത്തുകൊണ്ടാണ് ഹസ്തിനപുരിലേക്ക് വരുന്നത്. ഹസ്തിനപുരിൽ എത്തിക്കഴിയുമ്പോൾ ഈ കർമ്മങ്ങളൊക്കെ ചെയ്ത് വളരെ വിശേഷമായിട്ട് ഈ അസ്ഥിനിമഞ്ജനമൊക്കെ ഉണ്ടല്ലോ നമ്മുടെ നാട്ടിൽ, സഞ്ചയനം അതുപോലെ അതുപോലത്തെ ചടങ്ങുകളൊക്കെ നടത്തി 12 ദിവസം അശുദ്ധിയൊക്കെ ആചരിച്ച് മറ്റു ക്രിയകളും ഈ ശുദ്ധിക്രിയകളൊക്കെ ചെയ്ത് നമ്മുടെ നാട്ടിൽ പോലെയെന്ന് പറയില്ലേ, പോലെയൊക്കെ വീടി മറ്റ് ചടങ്ങുകളൊക്കെ ചെയ്ത് ബ്രാഹ്മണർക്ക് ധനവും പശുക്കളും ഒക്കെ ദാനം ചെയ്ത് ആ ക്രിയകളെല്ലാം ഭംഗിയായിട്ട് നടത്തി. അങ്ങനെ ഇത്രയും ആയ സമയത്ത് വ്യാസദേവർ സ്വന്തം അമ്മയോട് പറയാണ്,
മാതാവേ, കുരുവംശത്തിന്റെ സന്തോഷം നിറഞ്ഞ ദിവസങ്ങളൊക്കെ കഴിഞ്ഞു, ഇല്ല, കുരുവംശത്തിന്റെ ആനന്ദഭരിതമായ നിമിഷങ്ങൾ കഴിഞ്ഞു. ഇനി വരാൻ പോകുന്നത് വിപത്തുകളാണ്. കാരണം വ്യാസദേവന് ത്രികാലങ്ങളും അറിയാൻ പറ്റും. ത്രികാലജ്ഞാനിയായിരുന്നു വ്യാസദേവൻ. അതുകൊണ്ട് അതിന് ഇതൊക്കെ അറിയാൻ പറ്റും. അതേപോലെ ഇങ്ങനെ സംഭവം നടക്കാൻ പോവാണ്. നമ്മൾ ആദ്യം ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞായിരുന്നു അല്ലേ, വ്യാസദേവൻ ബ്രഹ്മദേവനോട് പറയുന്നുണ്ട്, ഞാൻ ഭൂതം ഭാവി വർത്തമാനം ഇതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ ഒരു കാവ്യം എഴുതി വെച്ചിട്ടുള്ളതെന്ന് പറയുന്നുണ്ട്. എഴുതി വെച്ചിട്ടെന്നല്ല, ഞാനിത് കൃതി ചമച്ചിട്ടുള്ളത് എങ്ങനെയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ വ്യാസദേവന് ഈ കാര്യങ്ങൾ നടക്കുന്നതും നടക്കാൻ പോകുന്നതും നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാം അറിയാം. അദ്ദേഹം പറഞ്ഞ അമ്മയോട് പറയാണ്, അമ്മ ഇനി ഇവിടെ നിൽക്കുന്നത് ഭംഗിയല്ല, അവിടുന്ന് വാനപ്രസ്ഥം സ്വീകരിച്ച് കാട്ടിലേക്ക് പോകേണ്ട സമയം, അവിടെ പോയിട്ട് യോഗപ്രക്രിയകൾ ചെയ്ത് അവസാനം മോക്ഷപ്രാപ്തിയിലേക്ക് പോകേണ്ട മാർഗം സ്വീകരിക്കേണ്ട സമയമായി. അല്ലെങ്കിൽ സ്വന്തം കുലം നശിക്കുന്നത് അമ്മ സാക്ഷിയാവേണ്ടി വരും. അങ്ങനത്തെ ദുർഗതി അമ്മയ്ക്ക് വരരുത്. അതങ്ങനെയാണല്ലോ അല്ലേ, നമ്മുടെ കുലം നശിക്കുന്നതിന് നമ്മൾ സാക്ഷിയാവാൻ പാടില്ല. അങ്ങനെ സാഹചര്യം ഉണ്ടാകാൻ പാടില്ല, നമുക്ക് സഹിക്കാനും പറ്റുന്നത്. അതുകൊണ്ട് അമ്മയോട് വാനപ്രസ്ഥത്തിന് കാട്ടിലേക്ക് പോകാൻ പുത്രൻ ഉപദേശിക്കുകയാണ്. അങ്ങനെ ആ വാക്കുകൾ ശിരസാ വഹിച്ചുകൊണ്ട് ആ മാതാവ് തൻ്റെ എന്താ പറയാ, മരുമക്കളായിട്ടുള്ള അല്ലെ പുത്രവധുക്കളെയും വിളിച്ചുകൊണ്ട്, അംബികാംബാലിയെയും വിളിച്ചുകൊണ്ട് കാട്ടിലേക്ക് പോവാണ് സത്യവതി. അങ്ങനെ അത് കഴിഞ്ഞു. അങ്ങനെ കാലം കടന്നുപോയി. ഞാൻ പറയുന്നു അല്ലേ മുമ്പ്, ദുര്യോധനൻ ജനിക്കുമ്പോൾ വളരെ ദുശ്ശകുനങ്ങളാണ്. ദുര്യോധനൻ ഒരു കഴുത കരുന്ന ശബ്ദത്തിലൂടെയാണ് അദ്ദേഹം ജനിച്ചു വരുന്നത്. അങ്ങനെ ചുറ്റും ഒരുപാട് ദുർനിമിത്തങ്ങളും ഒക്കെ, ഒരുപാട് ദുശ്ശകുനങ്ങളൊക്കെ കാണും. അങ്ങനെ കാണുമ്പോൾ ധൃതരാഷ്ട്ര മഹാരാജാവ് പണ്ഡിതന്മാരെയും ബ്രാഹ്മണരെയും, പണ്ട് കാലത്ത് അങ്ങനെയാണ്, ഒരു അഡ്വൈസറി കമ്മിറ്റി പോലെ പണ്ഡിതനും ബ്രാഹ്മണ ശ്രേഷ്ഠരൊക്കെ ഉണ്ടാവും. ഒരു രാജ്യത്ത് രാജാവിനെ ശരിയായിട്ട് ശാസ്ത്രം പറഞ്ഞ് വേദവിധി പ്രകാരമുള്ള തീരുമാനങ്ങൾ എടുക്കാനായിട്ട് സഹായിക്കാനായിട്ടുള്ള ആൾക്കാരും അന്ന് കാലത്ത് ഉണ്ടായിരുന്നു. അവരുടെയൊക്കെ അനുഗ്രഹം അല്ലെങ്കിൽ അവരുടെയൊക്കെ അഭിപ്രായങ്ങൾ സ്വീകരിച്ചുകൊണ്ടാണ് രാജാവ് തീരുമാനം എടുക്കുന്നത്. രാജാവ് ഒരു ഹിറ്റ്ലറെ പോലെ അല്ലെങ്കിൽ ഏകാധിപതിയായിട്ടല്ല തീരുമാനം എടുക്കുന്നത്. ശാസ്ത്രം എന്താണെന്നൊക്കെ പണ്ഡിതന്മാരോടും ബ്രാഹ്മണരോടും ചർച്ച ചെയ്ത ശേഷമാണ് തീരുമാനം എടുക്കുക പണ്ട് കാലങ്ങളിൽ രാജാക്കന്മാർ. അപ്പോൾ ഈ പുത്രൻ ജനിച്ചപ്പോൾ ഈ ഒരു അശകുനങ്ങളും ദുശകനങ്ങളും പുത്രന്റെ ഇങ്ങനത്തെ ഒരു കഴുതയെ പോലുള്ള ശബ്ദം ഉണ്ടായിക്കൊണ്ടുവരുന്ന എല്ലാം ദുശകനങ്ങളാണല്ലോ. ഇതെല്ലാം ചർച്ച ചെയ്യുമ്പോൾ പണ്ഡിതന്മാർ പറയും, ഇത് ഈ കുലം നശിപ്പിക്കാനായിട്ട് ജനിച്ചൊരു കുട്ടിയാണ്, ഇതിനെ നമുക്ക് വേണ്ട, ഉപേക്ഷിക്കണം എന്ന് പറയും. കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ആർക്കായാലും. പക്ഷെ ഇദ്ദേഹം അത് സമ്മതിക്കുന്നില്ല. എൻ്റെ പുത്രൻ ആദ്യമായിട്ടുണ്ടായ കുട്ടിയാണ്, കുട്ടിയെ നമ്മൾ കളയാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്തു, അവനെ എടുത്ത് വീണ്ടും വെക്കുകയാണ്. നമ്മൾ അങ്ങനെയാണ്, നമുക്കും പലതരത്തിലുള്ള ദുശീലങ്ങളും ദുഷ്പ്രവൃത്തികളൊക്കെ നമ്മളിൽ ഉണ്ടെങ്കിൽ നമ്മൾക്കതെടുത്ത് മാറ്റാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മളിലുള്ള ദുഷ്പ്രവൃത്തികളും അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള ചിന്താഗതികളും തെറ്റായിട്ടുള്ള പ്രവൃത്തികളും തന്നെ ഒരു ദുര്യോധനന്മാരാണ്, പല ദുര്യോധനന്മാരാണ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നതല്ല, ചിന്തകളൊക്കെ. നമുക്കിത് മാറ്റം, ഇതാണ് നമ്മൾ താഴേക്ക് ആത്മീയ പുരോഗതിയിൽ എത്താതെ നമ്മളെ താഴേക്ക് വലിച്ചിടുന്നത് ഈ നമ്മുടെ വാസനകളായിട്ടുള്ള ഈ ദുര്യോധനന്മാരാണ്. അപ്പൊ അതിനെ ഉപേക്ഷിക്കാനായിട്ട് ആചാര്യന്മാരും ശാസ്ത്രം പറയുമ്പോൾ നമ്മൾ ഉപേക്ഷിക്കില്ല, കൂടെ എടുത്ത് വെക്കും നമ്മൾ, അല്ലെ, ഇരിക്കട്ടെ ഈ വേസ്റ്റ് എല്ലാം നമ്മൾ ചുമന്ന് നടക്കുകയാണ് എന്ന് പറയും പോലെ. സ്വന്തം കുലം നശിപ്പിക്കാനായിട്ട് ജനിക്കുന്നവനാണെന്ന് പറയുമ്പോൾ അതിന്റെ അറിവ് കിട്ടുമ്പോൾ തന്നെ അദ്ദേഹം അത് അത് ചെവിക്കൊള്ളാതെ ആ കുട്ടിയെ വളർത്തുകയാണ്. പിന്നീട് സാധാരണ ഒരു മാനുഷികമായിട്ട് ചിന്തിച്ചാൽ അത് അങ്ങനെ ചെയ്യാൻ പറ്റില്ല ആർക്കും. ഒരു പിതാവിനെ അങ്ങനെ കുട്ടിയെ കളയാനോ ഒന്നും ആർക്കും പറ്റില്ല. പക്ഷെ ഒരു രാജ്യത്തിന്റെ, ഇത് നമ്മൾ 5000 വർഷം മുമ്പുള്ള ഒരു ചരിത്രമാണ് പറയുന്നത്. അപ്പോൾ അന്നത്തെ കാലഘട്ടം ഞാൻ എപ്പോഴും പറയും പോലെ, അന്നത്തെ കാലഘട്ടം അന്നത്തെ സാമൂഹ്യ നീതിയൊക്കെ നോക്കിയാണ് നമ്മൾ അതിനെ വിലയിരുത്താനായിട്ട്. ഇന്നത്തെ കാലഘട്ടം നിന്നുകൊണ്ട് അതിനെ വിലയിരുത്താനോ പാടില്ല. അപ്പോ അങ്ങനെ പറഞ്ഞു, അദ്ദേഹം അത് സ്വീകരിക്കാതെ പുത്രനെ വളർത്തുകയാണ് ചെയ്തത്. പിന്നീട് എന്തുകൊണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് പിന്നീട് നമുക്ക് നോക്കാം എന്താണ് ഉണ്ടായതെന്നുള്ളത്. അതേ ദിവസം തന്നെ ആണ് കുന്തിദേവിക്ക് ഭീമൻ ജനിക്കുന്നത്. ഭീമൻ ജനിക്കുമ്പോൾ തന്നെ, കാരണം പാണ്ഡുവിന് അതിശക്തനായിട്ട് പുത്രൻ വേണമെന്നുള്ള ആഗ്രഹത്തിലാണ് വായുദേവനെ പ്രസാദിപ്പിച്ച് അനുഗ്രഹം നേടി ഒരു അതിശക്തനായ പുത്രൻ നേടിയത്. ആ പുത്രനാണ് ഭീമൻ. ഞാൻ പറഞ്ഞിരുന്നു,
കുന്തിദേവി അങ്ങനെ പാറപ്പുറത്ത് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് മടിയിൽ ഈ ഭീമനെ വെച്ചിരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു കടുവയെ കണ്ട് ഭയന്ന് ദേവി എഴുന്നേൽക്കുമ്പോൾ പെട്ടെന്ന് ശ്രദ്ധിക്കില്ല, കുട്ടി താഴെ വീണു. ആ കുട്ടി താഴെ വീണ് അമ്മ പെട്ടെന്ന് നിലവിളിക്കുമ്പോൾ, പേടിച്ച് നിലവിളിക്കുമ്പോൾ കാണുന്നത് കുട്ടി വീണ പാറ 100 കഷ്ണങ്ങളായിട്ട് പൊട്ടി പൊടിഞ്ഞു പോകുന്നതാണ് കണ്ടത്. അപ്പൊ ആ കുട്ടിക്ക് അപ്പോൾ തന്നെ അത്രയും ശക്തി ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു സംഭവം കൂടെ ഉണ്ട്. അത് കഴിയുമ്പോൾ ഇങ്ങനെ ഈ എന്താ പറയാ കൗരവ എല്ലാം പാണ്ഡവരും എല്ലാവരും കൗരവ കുരുവംശത്തിന്റെ സന്തതികളാണല്ലോ. ഈ കുരുവംശ കുമാരന്മാര് വളരുകയാണ്. അതില് ഭീമൻ കുറച്ച് ശക്തിശാലിയും ഒക്കെ ആയത് കാരണം തന്നെ കുറച്ച് കുറുമ്പ് കൂടുതലാണ്. നമുക്കറിയാം അല്ലെ, കുറച്ച് നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ സ്കൂളിലും ക്ലാസ്സിലൊക്കെ കാണാൻ പറ്റും അല്ലെ, കുറച്ച് തടിയും ശക്തിയൊക്കെ ഉള്ളവൻ മറ്റുള്ളവരെ ഉപദ്രവിക്കുകയും ആധിപത്യം സ്ഥാപിക്കുകയും അവരെ കൊണ്ട് ഓരോന്ന് ചെയ്യിപ്പിക്കുകയൊക്കെ ചെയ്യും അല്ലെ, ഭീഷണിപ്പെടുത്തി. കുട്ടിക്കാലത്ത് അങ്ങനെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അതുപോലെ ഇത്തിരി വണ്ണവും പൊക്കമുള്ള ആൾക്കാർ കുട്ടികൾ ഇത്തിരി മറ്റുള്ളവർക്ക് പേടിയാണ്, മറ്റു കുട്ടികൾക്ക് പേടിയായിരിക്കും. അങ്ങനെ ഈ ഭീമൻ എന്താ വെച്ചാൽ നിരന്തരം കുട്ടികളെയാണ്, അദ്ദേഹം വേറെ അങ്ങനെ ഒരു ഉപദ്രവിക്കണമെന്നോ ഇത് വേറെ വല്യച്ഛന്റെ മക്കളാണെന്നോ അങ്ങനെ വിചാരിച്ചിട്ടല്ല, ഒരു രസം അങ്ങ് ഉപദ്രവിക്കും. ഈ കുട്ടികളെ പിടിച്ച് മുടി പിടിച്ച് വലിച്ചടയ്ക്കുക, അവരെ വെറുതെ പിടിച്ച് തള്ളുക, ഹൈപ്പർ ആക്ടിവിറ്റി കുട്ടികൾ ഇപ്പൊ ചെയ്യാറില്ല, അതുപോലത്തെ ഓരോ അക്രമങ്ങൾ ചെയ്യും. പക്ഷെ അത് കുട്ടിത്തമാണ് അല്ലെ, ബാലചാബല്യങ്ങളാണ് ഇതൊക്കെ. പക്ഷെ ഭീമൻ അറിയുന്നില്ല ഇതൊക്കെ തന്റെ സഹോദരങ്ങൾക്ക് തനിക്കും വലിയ വലിയ ആപത്തുകൾ വിളിച്ചു വരുത്താൻ കാരണമാകുന്ന പ്രവൃത്തികളാണെന്ന് അദ്ദേഹം അത് മനസ്സിലാക്കുന്നില്ല. അപ്പോഴും കുട്ടിയല്ലേ, കുട്ടികൾക്ക് എന്തറിയാം. അങ്ങനെ ഈ കുട്ടികള് മരത്തിന് മുകളിൽ കയറി ഇരിക്കുമ്പോൾ ഭീമൻ എന്ത് ചെയ്യും, മരത്തിനുള്ളിൽ കായ്കൾ പറിക്കാനായിട്ട് കയറുമ്പോൾ ദുര്യോധനാദികളെ മരത്തിൽ ചവിട്ടി ഒന്ന് താഴെ ഇടും. മരവും ഈ മരത്തിന്റെ കായ്ക്കളും ഈ പിള്ളേരെല്ലാം കൂടെ താഴെ വീഴും, ഈ കുട്ടികളെല്ലാം കസിൻസ് എല്ലാം കൂടെ. ഇതൊക്കെ കണ്ട് ഈ ഭീമൻ കൈകൊട്ടി ചിരിക്കും. ഇതൊക്കെയാണ് ഭീമന്റെ വലിയ തമാശകൾ എന്ന് പറയുന്നത്. ഒരു 10 ഈ ധൃതരാഷ്ട്രപുത്രന്മാർ, ധാർത്തരാഷ്ട്രം എന്നാ പറയണവർ അല്ലെ, ധാർത്തരാഷ്ട്രം എന്ന് പറയും. ഈ ധാർത്തരാഷ്ട്രന്മാരെ 10 എണ്ണത്തിനെയൊക്കെ ഒരു സമയത്ത് പിടിച്ച് പൊക്കി എടുത്തിട്ട് കൂട്ടി പിടിച്ചിട്ട് വെള്ളത്തിലങ്ങ് ചാടും, യമുനയിലൊക്കെ ചാടും, ഒരു ശ്വാസം മുട്ടിയ കുട്ടികളൊക്കെ. അങ്ങനെ ഈ ഭീമനെ കൊണ്ട് സഹികെട്ട ഒരവസ്ഥയായി. ഭീമൻ ഞാൻ പറഞ്ഞ പോലെ അങ്ങനെ ഒരു ദ്രോഹിക്കണം ചെയ്യണമല്ല. കുട്ടി നമ്മൾ കണ്ടിട്ടില്ല, പല കുട്ടികളും നമ്മുടെ നമുക്കറിയുന്ന കൂടെ ഭയങ്കര ഒരു വികൃതിയായിരിക്കും. എന്താ പറയാ, ബാലചാബല്യങ്ങളാണ്, വികൃതികളാണ് കുട്ടികളുടെ. നമുക്ക് ഒരിക്കലും കുറ്റം ഒന്നും പറയാനും പറ്റില്ല. പിന്നെ അച്ഛനും അമ്മയോട് ചെന്ന് പറഞ്ഞ കുട്ടിയെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം പറയാം. പക്ഷെ കുട്ടികൾ വീണ്ടും അത് തന്നെ ചെയ്യും. അപ്പൊ ഈ ഭീമനെ കൊണ്ട് സഹികെട്ട് ഇത് കൂടി ഈ ദുര്യോധന ഭീമനോട് വലിയൊരു ശത്രുത, ദേഷ്യം ഇതൊക്കെ ഒന്ന് തുടങ്ങി. എന്ത് ചെയ്യണമെന്ന്, പിന്നെ എങ്ങനെയെങ്കിലും ഒന്ന് ഇല്ലാതാക്കണം എന്നൊരു ചിന്ത ദുര്യോധനന്റെ മനസ്സിൽ വളരെ അധികമായിട്ട് വന്നു. കാരണം സ്വന്തം സഹോദരന്മാരല്ലെങ്കിൽ മിക്കവാറും ഒക്കെ മരിച്ചു പോകുന്ന അവസ്ഥയാണ് ഈ ഭീമന്റെ ഈ ഒരു പരാക്രമം കാരണം. അപ്പോ ഒരു പ്ലാൻ ചെയ്തു, ഇവൻ എങ്ങനെയെങ്കിലും ഒന്ന് കൊല്ലണം, നശിപ്പിക്കണം, അല്ലെങ്കിൽ എന്റെ സഹോദരങ്ങൾക്ക് എനിക്കും നാശമാണ് മനസ്സിലാക്കിയ ദുര്യോധനൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാല്, വളരെ സ്നേഹത്തില് ഈ സഹോദരന്മാരായിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ കസിൻ എന്ന് പറയുമല്ലോ അല്ലെ, അങ്ങനെയുള്ള ഈ അല്ലെങ്കിൽ ചെറിയ ചെറിയ മക്കളായിട്ടുള്ള ഈ പാണ്ഡവരെ വിളിച്ച് ഒരു വേനൽക്കാല വസതി കണ്ടുപിടിക്കും. ആ വേനൽക്കാല വസതിയിൽ ഇവരെ ക്ഷണിച്ചിട്ട് നമുക്കിവിടെ നമ്മൾ വെക്കേഷൻ സമയത്ത് നമ്മളിങ്ങനെ അല്ലെ ടൂർ പോകുന്ന പോലെ ഒരു പ്രത്യേക സ്ഥലത്ത് പ്രണാമക്കോടി എന്ന് പറയുന്ന സ്ഥലത്താണ് ആ ഒരു അവധിക്കാല വസതി ഉള്ളത്. അവിടെ കൊണ്ടുപോയി, കുറച്ച് ദൂരെയാണ് ഹസ്തിനാപുരത്ത് നിന്ന്. അങ്ങനെ ഇവരെല്ലാവരും അവരവരുടെ കുതിരകളിൽ അല്ലെങ്കിൽ ഇവരുടെ രഥങ്ങളിലൊക്കെ കയറി ആനപ്പുറത്തൊക്കെ കയറി ഇവര് എല്ലാവരും എല്ലാ ഈ കുട്ടികളെല്ലാം അവിടെ എത്തും. നമ്മൾ ഇപ്പോഴും എന്താ പറയുക, പ്രസാദങ്ങളൊക്കെ നമ്മൾ ഉണ്ടായിക്കൊണ്ട് പോകാറില്ല അല്ലെ, ഉണ്ടായിക്കൊണ്ട് ടൂർ പോകുമ്പോഴും നമ്മൾ അല്ലെ മായപ്പൂർ വൃന്ദാവനം പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഡിവോഴ്സ് പ്രസാദം ഉണ്ടാക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് ഷെയർ ചെയ്യാറുണ്ട് അല്ലെ. ഒരാൾ കൊണ്ടുവന്ന പ്രസാദം അങ്ങോട്ട് കൊടുക്കും, ഇങ്ങോട്ട് കൊടുക്കും, അങ്ങനെ ഷെയർ ചെയ്ത് കഴിക്കും. ഇവർ അതുപോലെ തന്നെ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ അങ്ങോട്ട് ഷെയർ ചെയ്യാൻ തുടങ്ങി. ദുര്യോധനൻ വളരെ ഇവിടെ പറഞ്ഞ ദുര്യോധനൻ വളരെ അമൃത് പോലെ സംസാരിക്കുകയാണ്. ദുര്യോധനന്റെ സംസാരം, വാക്കുകൾ അമൃത് പോലെയും ഹൃദയം ഒരു മൂർച്ചയുള്ള ഒരു കത്തി പോലെയായിരുന്നു. അപ്പൊ ഹൃദയത്തിൽ ഇത്രയും ഒരു വിഷം അല്ലെങ്കിൽ ഒരു ദുഷ്ട വിചാരം വെച്ചുകൊണ്ടാണ് ഈ ഈ സഹോദരന്മാരായിട്ടുള്ള പാണ്ഡവരോട്, ഈ കസിൻസ് ആയിട്ടുള്ള പാണ്ഡവരോട് ഇങ്ങനെ
വിളിച്ച് വരുത്തിയത്. പ്ലാൻ എന്തായിരുന്നു വെച്ചാൽ ഭീമൻ എഴുതാക്കണം. അതിനു വേണ്ടിയിട്ട് ഈ ആഹാരത്തിൽ വിഷം കലക്കിയിട്ട് ഓൾറെഡി വെച്ചിട്ടുണ്ട്. ഭീമനെ വളരെ സ്നേഹത്തോടെ വിളിച്ച് കൊടുത്ത് കഴിപ്പിക്കും. പ്ലാൻ ചെയ്ത പോലെ തന്നെ നടക്കും. അങ്ങനെ ഈ ഭീമൻ ഈ വിഷം കഴിക്കും. പിന്നെ ഇവരെല്ലാം വെള്ളത്തിൽ കളിച്ച് നമുക്കറിയാം, വെള്ളത്തിൽ കളിച്ച് കഴിയുമ്പോൾ തളരും കുറച്ച് കഴിയുമ്പോൾ. അങ്ങനെയെല്ലാം തിരിച്ച് അവരുടെ നദീതീരത്തുള്ള താൽക്കാലികമായിട്ടുള്ള കുടിലുകളിലൊക്കെ പോയി റെസ്റ്റ് എടുക്കുന്ന സമയത്ത് ഭീമനെ കാണില്ല. ഈ ഒരു തക്കം നോക്കി ദുര്യോധനൻ നേരത്തെ പ്ലാൻ ചെയ്ത പോലെ തന്നെ ഭീമനെ മറ്റുള്ളവരുടെ സഹായത്തോടെ പൊക്കിയെടുത്ത് നേരെ യമുനയിലേക്ക് അങ്ങ് എടുത്തിടും. കയ്യും കാലും കെട്ടിയാണ് ഇടുന്നത്. കയ്യും കാലും കെട്ടി ആൾറെഡി ഈ വിഷത്തിന്റെ അംശം ഉള്ളത് കാരണം അബോധാവസ്ഥയിലാണ്. അപ്പൊ ഇനി എങ്ങനെ രക്ഷപ്പെടാതിരിക്കാനായിട്ട് കയ്യും കാലും കെട്ടിയിട്ട് വെള്ളത്തിലിട്ടിട്ട് അങ്ങനെ ഭീമന്റെ കഥ കഴിഞ്ഞ് സന്തോഷത്തിൽ തിരിച്ചു വരെ പോകും അറിയാത്ത പോലെ. അപ്പൊ ഇവരുടെ ഈ ഒരു ഉല്ലാസമൊക്കെ കഴിഞ്ഞ് നോക്കുമ്പോൾ ഭീമനെ കാണില്ല. അപ്പോ യുധിഷ്ഠിരൻ വിചാരിക്കും മുമ്പേ പോയിട്ടുണ്ടാവും, നേരത്തെ പോയിട്ടുണ്ടാവും എന്ന് വെച്ചിട്ട് അവരൊക്കെ നോക്കിയിട്ട് കാണാത്തോണ്ട് അങ്ങ് പോകും. എല്ലാവരും അവരുടെ വഴിക്ക് അങ്ങ് പോകും. പക്ഷെ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഭീമനെ കാണാനില്ല. ഭീമൻ എന്താ പറ്റിയത് ആ സമയത്ത്? ഭീമൻ ഈ യമുനയുടെ അടിയിൽ കൂടെ താഴെ ആഴങ്ങളിലേക്ക് പോയി നാഗലോകം വരെ എത്തും. നാഗലോകം എത്തുമ്പോൾ അവിടെ മൊത്തം സർപ്പങ്ങൾ അല്ലെ നാഗങ്ങളുടെ സ്ഥലമാണ്, പാതാളലോകം എന്ന് പറയുന്നത്. അവിടെ എത്തിപ്പെടുകയും അവിടെ എത്തുമ്പോഴത്തേക്കും ഈ നാഗങ്ങൾ ഇതിൽ കാണും. നാഗങ്ങൾ ഇതിനെ അങ്ങോട്ട് അന്യനാണല്ലോ, ഒരു അന്യ ലോകത്തുള്ള ആള് സ്വന്തം ലോകത്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ എപ്പോഴും ഡിഫെൻഡ് ചെയ്യുമല്ലോ, ഇതാരടാ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ നാഗങ്ങൾ ഇതിനെ തുടർച്ചയായിട്ട് കടിക്കാൻ തുടങ്ങി, ദംശിക്കാൻ തുടങ്ങി. ഇങ്ങനെ ദംശനം തുടർച്ചയായിട്ട് ഏറ്റത് കാരണം ഈ ഭീമന്റെ ശരീരത്തിൽ ആൾറെഡി നേരത്തെ ഒരു വിഷം ഉണ്ടല്ലോ, ആ വിഷവും ഈ വിഷം കൂടെ തമ്മിൽ എന്താ പറയാ ന്യൂട്രലൈസ് ആയി പോകും, എന്താ പറയാ നിർവീകരിക്കപ്പെട്ടു, നിർവീകരണം സംഭവിക്കും. അത് എന്താ പറയാ അതിന്റെ വീര്യം ഇല്ലാതായിട്ട് മാറും. അങ്ങനെ ആവുന്ന സമയത്ത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഭീമന് ചെറുതായിട്ടൊരു ബോധം വരും. അന്ന് കണ്ണ് തുറന്ന് നോക്കുമ്പോൾ വെള്ളം അങ്ങനെ പെട്ടെന്ന് ഈ കെട്ടുകളൊക്കെ അഴിച്ച് മുക്തനായി കഴിയുമ്പോൾ ശക്തി തിരിച്ചു കിട്ടും. അങ്ങനെ ഈ നാഗങ്ങളെയൊക്കെ അങ്ങോട്ട് തിരിച്ചങ്ങോട്ട് ആക്രമിക്കാൻ തുടങ്ങി ഭീമൻ. ഭീമപരാക്രമിയാണ് ഭീമൻ. അതുകൊണ്ട് ഈ നാഗങ്ങളെയൊക്കെ അങ്ങനെ ഉപദ്രവിച്ച് അങ്ങനെ ഇതിനെ തോൽപ്പിക്കാൻ പറ്റില്ല. അങ്ങനെ വാസുകി ഇവരറിയുകയും, വാസുകി നാഗങ്ങളുടെ രാജാവാണ്. ഈ വാസുകി ഇതെല്ലാം അറിയുകയും അപ്പോ ഭീമൻ അടുത്തേക്ക് വരാൻ അദ്ദേഹത്തിന് ചെറിയ ഭയമായി. അപ്പോഴാണ് അവിടെ ആര്യകൻ എന്നൊരു രാജാവ് ഉണ്ടായിരുന്നു. ആര്യകൻ എന്ന് പറയുന്ന ആള് കുന്തിയുടെ മുതുമുത്തശ്ശനാണ്, കുന്തി ദേവിയുടെ മുതുമുത്തശ്ശനാണ് ആര്യകൻ. ഈ ആര്യകനെയും കൂട്ടിക്കൊണ്ടാണ് ഈ ഭീമന്റെ അടുത്തേക്ക് വാസുകി വരുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞ് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞ് സമാധാനിപ്പിച്ച് മുത്തശ്ശന് സ്വന്തം പേരക്കുട്ടിയെ കാണുമ്പോൾ അതീവ വാത്സല്യം വരും. അങ്ങനെ അദ്ദേഹത്തിന്റെ അടുത്ത് സംസാരിച്ച് സ്നേഹം പ്രകടിപ്പിച്ച് അങ്ങനെ അദ്ദേഹത്തിന് വേണ്ടുന്ന വസ്ത്രങ്ങളൊക്കെ കൊടുത്ത്, പുതുവസ്ത്രങ്ങളൊക്കെ കൊടുത്ത്, ശയിക്കാൻ നല്ല മെത്തയെല്ലാം കൊടുത്ത് സ്വീകരിക്കും. അതിനു മുമ്പ് ഇതിന് രസകുണ്ട എന്ന് പറയുന്ന പ്രത്യേകതരം ഒരു ഔഷധമാണ്. അത് കഴിച്ചു കഴിഞ്ഞാല് ആനയുടെ 1000 ഒരു രസകുണ്ട കഴിച്ചു കഴിഞ്ഞാലുള്ള അമൃത തുല്യമായിട്ടുള്ള ഒരു ഔഷധമാണ്. അത് കഴിച്ചു കഴിഞ്ഞാൽ 1000 ആനയുടെ ശക്തി കിട്ടുന്നതാണ്. അങ്ങനെ ഒന്നൊന്നായിട്ട് ഭീമൻ 8 കുടം രസകുണ്ട എന്ന് പറയുന്ന ഒരു അമൃത പോലത്തെ ആ ഒരു ദ്രവ്യം കഴിക്കുകയാണ്. അങ്ങനെ ഇത്രയും ആനകളുടെ ശക്തി ഭീമന് കിട്ടുകയാണ്. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ ഭീമൻ റെസ്റ്റ് എടുക്കാനായിട്ട് ബെഡൊക്കെ കൊടുത്ത് അവിടെ എടുത്ത് ഉറക്കി കഴിയുമ്പോൾ തിരിച്ചുവിടണമല്ലോ. ഈ ലോകത്ത് ഇല്ലാത്ത ആളെ, ഈ ലോകത്തിലല്ലാത്ത ആളെ അവിടെ അധികം താമസിക്കാൻ പറ്റില്ലല്ലോ. ഇന്നത്തെ പോലെ തന്നെ അല്ലെ, വേറെ രാജ്യത്ത് പോയാലും അവിടുത്തെ വിസ ഒക്കെ കഴിഞ്ഞാൽ അവിടെ തിരിച്ചു പോകണല്ലോ, അത് നിൽക്കാൻ പറ്റില്ല. വിസിറ്റിംഗ് അത് അവിടെ പൊക്കോണമല്ലോ അത് കേട്ട് കഴിയുമ്പോൾ. അതുപോലെ ഭീമനെ തിരിച്ചയക്കുകയാണ്. ഈ സമയത്ത് ഹസ്തിനാപുരിയിൽ അവിടെ അമ്മ നിലവിളിയും ബഹളമായിട്ട് എന്റെ പുത്രനെ കാണാനില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ആകെ പ്രശ്നമാണ്. ഈ ദുര്യോധനൻ പോയി ചോദിക്കുമ്പോൾ അമ്മ പറയും ഭീമൻ വന്നിട്ടില്ല, ദുര്യോധനല്ല യുധിഷ്ഠിരൻ ചോദിക്കുമ്പോൾ ഭീമൻ വന്നിട്ടില്ല. അപ്പൊ അമ്മ ചോദിക്കും നിങ്ങൾ നേരെ നോക്കണ്ടായിരുന്നു, കുട്ടിയെ കാണാനില്ലല്ലോ. പറയും ഞങ്ങൾ വിചാരിച്ചു നേരത്തെ പോയി ഇവിടെ എത്തിയിട്ടുണ്ടാവുന്ന കരുതിയാണ്. അപ്പൊ അമ്മ ഇവിടെ എത്തിയിട്ടില്ല. അങ്ങനെ ആകെ ഒരു വല്ലാത്തൊരു അവസ്ഥ എത്തും. നമ്മുടെ നാട്ടിലല്ലേ വീട്ടിലൊക്കെ കുട്ടിയെ കാണാനില്ലെങ്കിൽ ഒരു വല്ലാത്തൊരു അല്ലെ ബഹളവും ഇതൊക്കെയല്ലേ. എന്ന് പറയും പോലെ ഈ കുട്ടിയെ കാണുന്നതുകൊണ്ട്
അവിടെ അന്വേഷണം. അപ്പോഴത്തേക്കും വിതുരനെ വിവരറിയിച്ച് വരുത്തും കുന്തിദേവി. വിതുരൻ പറയും കുഴപ്പമൊന്നുമില്ല, കുട്ടികൾ സംഭവിക്കില്ല, നമുക്ക് നോക്കാം, വെയിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ സമയത്താണ് ഭീമൻ തിരിച്ചെത്തുന്നത്. അപ്പോൾ ഈ നടന്ന കാര്യങ്ങളൊക്കെ കുട്ടി എല്ലാം വിശദീകരിക്കും. വിതുരയുടെ മുമ്പിലും അമ്മയുടെ മുമ്പിലും ഒക്കെ ഇത് നടന്ന കാര്യങ്ങളൊക്കെ വിശദീകരിക്കും. അപ്പൊ വിതുരര് ധർമ്മവും നീതിയും വരും വരായകളൊക്കെ അറിയുന്ന ആളായതുകൊണ്ട് വിതുരർ പറയും, ഈ മോനെ ഈ കാര്യങ്ങളൊന്നും നീ ആരോടും പറയാൻ നിൽക്കണ്ട, കാരണം നിങ്ങൾ അങ്ങോട്ട് പറഞ്ഞ് ഇങ്ങോട്ട് പറഞ്ഞ് വീണ്ടും ഈ സ്പർദ്ധ കൂടുകയുള്ളൂ. അപ്പൊ ഈ സ്പർദ്ധ കൂടുതൽ ഉണ്ടാവാതിരിക്കാനായിട്ട്, ഈ ഒരു ശത്രുത കൂടാതിരിക്കാനായിട്ട് വിതുരർ പറയും, നടന്നതൊക്കെ നടന്നു, ഇനി കൂടുതൽ ഇത് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ട് പറഞ്ഞറിയിച്ചതിന് അധികം പബ്ലിസിറ്റി കൊടുക്കണ്ട, അവർക്ക് വീണ്ടും നിങ്ങൾ ഉപദ്രവിക്കും, അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യണം, ക്ഷമിക്കുക, ഇപ്പോഴത്തേക്ക് ക്ഷമിക്കുക, നമ്മൾ റിയാക്ഷൻ ഒന്നും ചെയ്യണ്ട, നമ്മൾ റിയാക്ട് ചെയ്യണ്ട, നിങ്ങൾ ക്ഷമിക്കുക ഇപ്പോഴത്തേക്ക് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്തവർ പ്രകോപിപ്പിച്ചാലും നിങ്ങൾ തിരിച്ച് നിങ്ങളുടെ ദേഷ്യം കാണിക്കരുത്, അല്ലെങ്കിൽ കോപവരാകരുതെന്ന് വിതുരർ. അപ്പൊ വിതുരർ പറഞ്ഞ, അല്ലെ, അച്ഛൻ അഴിഞ്ഞനാണ്, അല്ലെ ഇളയച്ചനാണ്, അപ്പൊ അദ്ദേഹം പറയുന്ന വാക്ക് മാനിച്ച്, വിതുരർ ഇവിടെ അങ്ങനെയാണ്, സ്വന്തം മക്കളെ പോലെ വളർത്തുന്നത്, ജ്യേഷ്ഠന്റെ മക്കളാണെങ്കിൽ. അപ്പൊ വിതുരനോടും ഇവർക്ക് അത്രയും സ്നേഹമുണ്ട്. പക്ഷേ ഈ വല്യച്ഛനായിട്ടുള്ള ധൃതരാഷ്ട്രർക്ക് ഇവരോട് അത്ര വലിയ സ്നേഹമൊന്നുമില്ല, സ്വന്തം മക്കളോടാണ് കൂടുതൽ സ്നേഹം. വിതുരർ അങ്ങനെ നല്ല സ്നേഹത്തിൽ പറഞ്ഞു മനസ്സിലാക്കിയിട്ട് ഇവരും ഓക്കെ ഇപ്പോഴത്തേക്ക് അത് പോട്ടെ എന്നുള്ള രീതിയിൽ അതങ്ങ് വിട്ടുപോയി. അങ്ങനെ കുറച്ചു കഴിയുമ്പോൾ വീണ്ടും ഭീമനെ നശിപ്പിക്കണം എന്നുള്ള ഒറ്റ ചിന്തയാണ് ഈ ദുര്യോധനൻ. കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ഇവര് ഭീമന് വിഷം കൊടുക്കും. പക്ഷെ ഭീമൻ നേരത്തെ തന്നെ ഇതിനൊരു പ്രതിരോധ ശക്തി ശരീരത്തിൽ ഉടലെടുത്ത കാരണം ഇനി എത്ര വർഷം കഴിച്ചാലും ഭീമൻ അത് എഫക്റ്റ് ആവില്ല, ബാധിക്കില്ല. അങ്ങനെയാണ്. അപ്പോ ഈ വിഷം എന്ത് ചെയ്യും, വളരെ ലാഘവത്തോടു കൂടി വിഷമാണെന്ന് അറിയും. ആരറിയിക്കുന്ന വെച്ചാൽ യുത്സു എന്നൊരാളാണ്. അതായത് ധൃതരാഷ്ട്രർക്ക് അവിടെ ഒരു വൈശ്യ സ്ത്രീയിൽ ഒരു പുത്രൻ ജനിച്ചിട്ടുണ്ടായിരുന്നു, ഈ കൗരവന്മാര് കൂടാതെ. അദ്ദേഹത്തിന്റെ പേരാണ് യുയുത്സു എന്ന് പറയും. യുയുത്സു എന്ന് പറയുന്ന ആള് നല്ലൊരു വ്യക്തിയാണ്. അപ്പോൾ ഈ ധൃതരാഷ്ട്രർക്ക് വൈശ്യ സ്ത്രീയിലുണ്ടായ യുയുത്സു ഈ ഭീമനെ അറിയിക്കുന്നുണ്ട്, ഇതിൽ വിഷം കലർത്തിയിട്ടുണ്ട് കഴിക്കുന്നത്. പക്ഷെ ഉള്ള ലാഘവത്തിൽ അറിഞ്ഞുകൊണ്ട് തന്നെ ഭീമൻ ഈ വിഷം കഴിക്കും. പക്ഷെ ഭീമൻ ഒന്നും സംഭവിക്കില്ല, അത് നിർവീകരിക്കപ്പെട്ടു, അത് ന്യൂട്രലായി പോകും ആ വിഷം. ഇതിന് ആൾറെഡി ഇദ്ദേഹത്തിന് ആ ഒരു പ്രതിരോധശക്തി ഉടലെടുത്ത കാരണം. അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് ഈ കുട്ടികൾ, കൗരവ കുലത്തിലുള്ള ഈ പാണ്ഡവരും കൗരവരും ഇങ്ങനെ വളർന്നു വരികയാണ്. പക്ഷെ ഇങ്ങനെ കാലം പോകുന്തോറും പല പല പദ്ധതികളും ഇവര് ഈ ദുര്യോധനൻ ശകുനിയുടെ മേൽനോട്ടത്തിൽ അല്ലെങ്കിൽ ശകുനിയുടെ സഹായത്തോടെ പല പല വിദ്യകൾ ഇവര് പ്രയോഗിക്കുന്നു ഈ പാണ്ഡവരെ നശിപ്പിക്കാനായിട്ട്. അപ്പം മുമ്പോട്ട് പോകുമ്പോൾ നമുക്കിനി പല പല ഇവരുടെ ഗൂഢതന്ത്രങ്ങളും ഷഡയന്ത്രങ്ങളും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അടുത്തിനി പറയുന്നത് കൃപാചാര്യനും കൃപിയും എങ്ങനെ ഉണ്ടായി എന്നുള്ള അവരുടെ ജന്മത്തിനെ പറ്റിയിട്ടുള്ള ഒരു കഥ. ഞാൻ പറഞ്ഞിട്ടില്ലേ, ഈ മഹാഭാരതത്തിൽ ഇങ്ങനെ കഥകൾ പൊയ്ക്കൊണ്ടിരിക്കുക, അതിന്റെ ഉപകഥകൾ വരും, പിന്നെയും അത് മെയിൻ കഥയിലോട്ട് വരും. അങ്ങനെ ഒരു വിധത്തിലാണ് ഇതിന്റെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ അടുത്ത് പറയുന്നത് ഇനി കൃപാചാര്യൻ എങ്ങനെ ജനിച്ചു, കൃപി എങ്ങനെ ജനിച്ചു. ഇവിടെ പറയാൻ കാരണം ഈ കൗരവന്മാർ ഇത്രയും വികൃതിയും മടിയന്മാരും ഒക്കെ ആയത് മനസ്സിലാക്കിയ രാജാവ് ധൃതരാഷ്ട്രര് അവരെ എന്തെങ്കിലുമൊക്കെ ചെയ്യിപ്പിക്കണമല്ലോ, വെറുതെ ഇരിക്കുമ്പോഴാണല്ലോ പ്രശ്നം എന്നുള്ളതിൽ അവരെ ആയുധനകലകളെ പഠിപ്പിക്കാനായിട്ട് ഒരു ആചാര്യനെ കണ്ടുപിടിച്ചു. ആ ആചാര്യനാണ് കൃപാചാര്യൻ. കൃപ എന്നാണ് പേര്. ഈ കൃപാചാര്യരുടെ കീഴിൽ ഇവര് കുറച്ചൊക്കെ ആയുധാഭ്യാസങ്ങളും മറ്റു കാര്യങ്ങളും പഠിച്ചു തുടങ്ങി. അല്ലെ, വീട്ടിൽ കുട്ടികൾ ശല്യം കൂടുമ്പോഴാണ് നമ്മൾ എന്താ പറയാ LKG അല്ലെങ്കിൽ നഴ്സറി ക്ലാസ്സിലൊക്കെ സ്കൂളിലൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഇവരെയും കൊണ്ട് കുറച്ച് ശല്യം മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരു ഗുരുവിന്റെ കീഴിൽ കുറച്ച് കാര്യങ്ങൾ പഠിപ്പിക്കുക എന്തെങ്കിലും. അല്ല, ഇപ്പോഴും കുട്ടികൾ കുറച്ച് ആക്ടിവിറ്റി ഹൈപ്പർ ആക്റ്റീവ് ആകുമ്പോൾ നമ്മൾ അവരെ അല്ലെ പലതും കലാപരമായിട്ടുള്ളോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും അവർക്ക് കോൺസെൻട്രേഷൻ കിട്ടാനുള്ള പലതിലൂടെ നമ്മൾ കൊണ്ട് ചേർക്കാറുണ്ട്. അതുപോലെ ഇവരെയും കൊണ്ട് ചേർത്തിപ്പോ അടുത്ത് പറഞ്ഞ് ഈ കൃപാചാര്യൻ ആരാണ് എന്ന് പറയാം. ഗൗതമ ഋഷിയുടെ പുത്രൻ. ഗൗതമ ഋഷി കേട്ടിട്ടുണ്ടല്ലോ, ഗൗതമ ഋഷി അല്ലെ. ഗൗതമ ഋഷിയുടെ പുത്രനായിട്ടുള്ള ശരദ്വാൻ എന്നൊരു മുനി ഉണ്ടായിരുന്നു. ഈ ശരദ്വാൻ മുനികുമാരനാണെങ്കിലും ആയോധന കലകളിലും അസ്ത്രവിദ്യ ഇതൊക്കെയാണ് അതിനൊരു ക്രൈസ്, അതിനകത്ത് ഒരു അതിയായ താല്പര്യം ഉണ്ട് അതിനകത്ത്.
അങ്ങനെ ഇദ്ദേഹം ഈ ആയോധന കലകളിൽ പ്രാവീണ്യം നേടാനും ദിവ്യാസനങ്ങൾ നേടാനും വേണ്ടിയിട്ട് കയ്യിൽ ഒരു അമ്പും വില്ലും പിടിച്ചുകൊണ്ട് കഠിനമായ തപശ്ചര്യകൾ അനുഷ്ഠിക്കാൻ തുടങ്ങി. ഇതിന്റെ തപശ്ചര്യ അത് കഠിനമായി തുടങ്ങിയപ്പോൾ ഒരാൾക്ക് അവിടെ ഒരു ബുദ്ധിമുട്ട് തോന്നി. അതാരാണ്? ആരായിരിക്കും? ആർക്കെങ്കിലും പറയാമോ? ആരെങ്കിലും തപസ്സനുഷ്ഠിച്ചാൽ ആർക്കായിരിക്കും ബുദ്ധിമുട്ട് ആദ്യം തോന്നുന്നത്? കഠിനമായി തപസ്സനുഷ്ഠിക്കുമ്പോൾ ഇന്ദ്രദേവനാണ് ബാബു. ആർക്കായിരിക്കും? ഇന്ദ്രദേവനാണ്. ദേവേന്ദ്രൻ. ദേവേന്ദ്രൻ തന്നെ, വേറെ ആർക്കും അല്ല. ദേവേന്ദ്രന് പ്രശ്നം തുടങ്ങി. അതാണ് എല്ലാവർക്കും അങ്ങനെയാണ്. സ്വന്തം സ്ഥാനം, പൊസിഷൻ എല്ലാവരും നഷ്ടപ്പെടാതിരിക്കാൻ എല്ലാവരും എപ്പോഴും അലേർട്ടാണ്. ഇന്ന സ്ഥാനം ആൾക്കാർ ഇരിക്കുമോ എന്നൊക്കെ ഒരു ഭയവും ചിന്തകളും ഒക്കെ പലർക്കും ഉണ്ട്. എല്ലാവർക്കും ഉണ്ട്. ഭൗതികലോകത്തിലുള്ള പ്രത്യേകത അങ്ങനെയാണ്. പ്രത്യേകിച്ച് ഇന്ദ്രന്റെ കാര്യം, ഇന്ദ്രന്റെ പ്രതിനിധി മാത്രമാണ്, ഇങ്ങനെയുള്ള ആൾക്കാരുടെ ഒരു പ്രതിനിധി മാത്രമാണ് ഇന്ദ്രൻ. നമ്മുടെ ചുറ്റും നമുക്ക് ഒരുപാട് ആൾക്കാരെ കാണാൻ പറ്റും നമ്മുടെ ജീവിതത്തിൽ. ആരെന്തെങ്കിലും അത് എന്നെ ഉദ്ദേശിച്ചാണോ, അത് എന്നെ ഒന്ന് നശിപ്പിക്കാനാണോ, അങ്ങനെയൊക്കെ തോന്നുന്ന ആൾക്കാരുണ്ട് എപ്പോഴും, അല്ലെ? എന്തുകൊണ്ട് എന്നെ പറഞ്ഞാണോ, അതിന് നമ്മൾ സാധാരണ വാക്ക് പറഞ്ഞാലും അത് ദുർവ്യാഖ്യാനം ചെയ്തത് എന്നെയാണോ പറഞ്ഞത്, അത് എന്നെ ഇങ്ങനെയല്ലേ പറഞ്ഞത്. നമ്മൾ ചിലപ്പോൾ അങ്ങനെ ഒരു അർത്ഥം ആ വാക്കിനോ ആ സെന്റൻസിനോ നമ്മൾ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. അങ്ങനെ ആൾക്കാർ നമ്മളെ ചുറ്റുമുണ്ട്. അപ്പോ ദേവേന്ദ്രന്റെ പ്രശ്നം, ദേവേന്ദ്രൻ എന്ത് ചെയ്തു? എന്ത് ചെയ്യും ദേവേന്ദ്രൻ? ആദ്യം എന്താ ചെയ്യുക? ആദ്യം തപസ്സനുഷ്ഠിച്ച് എന്ത് ചെയ്യും? സ്ഥിരം പരിപാടി എന്താ ദേവേന്ദ്രന്റെ? അപ്സരസുകളെ പറഞ്ഞേക്കും. അത് തന്നെ, സ്ഥിരം പാറ്റേൺ തന്നെ അല്ലേ? അപ്സരസിനെ പറഞ്ഞു. ഈ അപ്സരസിന്റെ പേര് ജനപതി എന്നാണ്. ജനപതി. ഓക്കെ. ജനപതി അതീവ സുന്ദരിയായിരുന്നു. അങ്ങനെ ജനപതി വന്നങ്ങനെ ഇദ്ദേഹത്തിന് മുമ്പിൽ നൃത്തം വയ്ക്കുകയും, അറിയാലോ, പച്ചത്തരത്തിലുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന് പതുക്കെ കാണും. അത് കാണുമ്പോൾ ചെറുതായിട്ടൊന്ന് മനസ്സിന് ഇളകും. ഇതിന്റെ ആ ഒരു ആത്മനിയന്ത്രണം നഷ്ടപ്പെട്ടു തുടങ്ങും. ആത്മനിയന്ത്രണം നഷ്ടപ്പെട്ട അദ്ദേഹം ഇതിന്റെ ബോഡിയൊക്കെ വരയ്ക്കാൻ തുടങ്ങും ഇത് കണ്ടിട്ട്. അങ്ങനെ ആ സമയത്ത് എന്ത് സംഭവിക്കുന്ന വെച്ചാല് ഈ വെല്ലു നമുക്ക് വരയ്ക്കാൻ തുടങ്ങും. അപ്പൊ അദ്ദേഹം പെട്ടെന്ന് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുമെങ്കിലും ആ സമയത്ത് സ്ഖലനം സംഭവിക്കും. ആ സ്ഖലനം സംഭവിക്കുന്ന ബീജം പുൽക്കൂട്ടത്തിൽ ചെന്ന് വീഴും. ഇത്രയാകുമ്പോഴത്തേന് അദ്ദേഹം ആകെ ഒരു ഭയചകിതനായിട്ട് എന്ത് ചെയ്യും? ഇവിടെ നിന്ന് ശരിയാവില്ല, നമുക്ക് രക്ഷപ്പെടാന്ന് വെച്ചിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? ഇനി പിടിച്ച് ചെയ്യാൻ പോലെ ഓടി രക്ഷപ്പെടും. കാരണം ഒരു തെറ്റ് ചെയ്യുന്നതിനേക്കാളും നല്ലത് അവിടെ രക്ഷപ്പെടുന്നതല്ലേ, അവിടെ നിന്ന് മാറിപ്പോകുന്നതാണ്. അദ്ദേഹം ഇവിടുന്ന് എന്ത് ചെയ്തു? ഓടി മാറി, അവിടെ രക്ഷപ്പെട്ടു. രക്ഷപ്പെടിച്ച് അവിടുന്ന് പോയി. ഇനി നിൽക്കുന്ന പന്തിയല്ല എന്ന് കണ്ടിട്ട് അവിടുന്ന് പോയി അദ്ദേഹം. ഇത് ദിവ്യനാണ്. യോഗ ഒരു തപസ്സ കണക്ഷൻ, തപശ്ശരിയും ജ്ഞാനദൃഷ്ടിയൊക്കെ ഉള്ള ആള് തന്നെയാണ്. പക്ഷെങ്കിൽ അത് ആ സാഹചര്യം നമ്മൾ അങ്ങനെയാണല്ലോ. ചില സാഹചര്യം നമ്മൾ ഓവറായിട്ട് നമ്മൾ ഓവർ കോൺഫിഡൻസ് കാണിക്കാൻ പാടില്ല. പല സാഹചര്യങ്ങളിലും ചില സമയത്ത് നമ്മൾ ആ സ്ഥലത്ത് മാറേണ്ട, ചിലപ്പോൾ ചില വഴക്കുണ്ടാവുന്ന സമയത്തോ അല്ലെങ്കിൽ നമുക്ക് അനുകൂലമല്ലാത്ത ഉണ്ടാകുമ്പോൾ നമ്മൾ ആ സ്ഥലത്ത് മാറി നിൽക്കുന്നതിനെ കുറിച്ച്, ചില സാഹചര്യങ്ങളിൽ മാറി നിൽക്കുന്നതാണ് നല്ലത്. സ്ഥിതിയിൽ ശാന്തമായി കഴിയുമ്പോൾ വീണ്ടും നമ്മൾ അതിലോട്ട് വരുന്നതായിരിക്കും നല്ല. ഇദ്ദേഹം അവിടെ നിന്ന് അങ്ങനെ മാറി നിൽക്കും, മാറിപ്പോകണം. അങ്ങനെ ഇനിയിപ്പോ അടുത്ത പറയുന്ന കാര്യം ലോജിക്കൊന്നും ചിന്തിക്കണ്ട, ഇതിലുള്ള കാര്യങ്ങൾ തത്വങ്ങൾ മാത്രം മനസ്സിലാക്കി പോയാൽ മതി. ഈ ബീജം രണ്ടായിട്ട് ഡിവൈഡായിട്ട് മാറി തിരിഞ്ഞ് അതിൽ നിന്ന് 2 കുട്ടികളുണ്ടാവും. ഒരു ആൺകുട്ടി, ഒരു പെൺകുട്ടി. അപ്പൊ ആ സമയത്ത് ശന്തനു മഹാരാജാവ് ആരാണ്? ആർക്കെങ്കിലും പറയാമോ? ശന്തനു മഹാരാജ ആരാ? ശന്തനു ഭീഷ്മരുടെ അച്ഛൻ അല്ലെ? അതെ. അപ്പോ ആ സമയത്ത് ശന്തനു അവിടെ ഇങ്ങനെ വേട്ടയാടി വരുന്ന സമയത്ത്, നായാട്ട് ഇങ്ങനെ വരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ സഹായിയായിട്ടുള്ള ഒരു പടയാളി, ഒരു സേനാനി നടന്നു വരുന്ന സമയത്ത് അദ്ദേഹത്തെ ഈ കുട്ടികളെ കരക്കുകയും കുട്ടികളെ കണ്ടെത്തുകയും രാജാവിനെ വിവരം അറിയിക്കുകയും ചെയ്തു. അങ്ങനെ രാജാവിന് ഈ കുട്ടികളെ കാണുമ്പോൾ എന്തെന്നില്ലാത്തൊരു തേജസ്സൊക്കെ കാണുന്ന കുട്ടികൾ നോക്കുമ്പോൾ, കുട്ടികളെ കാണുമ്പോൾ ഒരു എടുത്ത് വളർത്താൻ തോന്നുന്നവരെ. തൊട്ടടുത്ത് തന്നെ ബ്രഹ്മതേജസ്സുള്ള കുട്ടികളാണ്, തേജസ്വിയായിട്ട് 2 കുട്ടികളാണ്. അപ്പൊ തൊട്ടടുത്തൊരു അമ്പുബില്ലും കിടക്കുന്നത് കാണും. ഈ അമ്പുബില്ലും കിടക്കുന്ന മനസ്സിലായി ഏതോ ഒരു ആയോധന കലകളിൽ പ്രവീണനായിട്ടുള്ള ഏതോ ഒരു ബ്രാഹ്മണന്റെ കുട്ടികളാണിതെന്ന് ഇതിന് മനസ്സിലാവും. പണ്ട് കാലങ്ങളിൽ അങ്ങനെയായിരുന്നു. പൂണൂലിട്ട ബ്രാഹ്മണന്റെ മകൻ തന്നെ ബ്രാഹ്മണന്റെ കർമ്മം ചെയ്യണം, അല്ലെങ്കിൽ ക്ഷത്രിയ, അങ്ങനെയൊന്നുമല്ല. പുരാണങ്ങൾ പരിശോധിച്ച് നമുക്കറിയാം, അല്ലെ? ഓർത്ത് അവരുടെ ഗുണകർമ്മ വിഭാഗം, അല്ലെ? ചാതുപർണ്യം മയാശിഷ്ടം ഗുണകർമ്മ വിഭാഗം ഭഗവാനെ പറയുന്നു. പക്ഷെ നമ്മൾ ഇപ്പം കാണുന്ന എന്താണ്?
ബ്രാഹ്മണന്റെ മകൻ ബ്രാഹ്മണൻ, ക്ഷത്രിയന്റെ മകൻ ക്ഷത്രിയൻ, അങ്ങനെയല്ല. പണ്ട് കാലങ്ങളില് നിങ്ങൾ ഏത് വർണ്ണത്തിൽ ജനിച്ചാലും നിങ്ങളുടെ അഭിരുചി അനുസരിച്ച് നിങ്ങൾക്ക് മറ്റുള്ളത് പരിശീലിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം അന്ന് കാലത്ത് ഉണ്ടായിരുന്നു. അങ്ങനെ പലരും ചെയ്തിട്ടുമുണ്ട്. അങ്ങനെ മുനികുമാരനായിരുന്നിട്ട് പോലും അദ്ദേഹം എന്ത് ചെയ്തു? ആയുധകലകൾ അഭ്യസിച്ച ആളായിരുന്നു ഈ ശരദ്വാൻ. അങ്ങനെ ഒരു ബ്രാഹ്മണ കുട്ടികളാണെന്ന് മനസ്സിലാക്കിയ ഈ ശന്തനു മഹാരാജ കുട്ടികളെ എടുത്തുകൊണ്ട് വന്ന് തന്റെ പുരോഹിതരെ കൊണ്ട് മറ്റേ കുട്ടികളുടെ സംസ്കാര കർമ്മങ്ങളുടെ കുട്ടികൾ അല്ലെ, കുട്ടികൾ ജനിച്ചു കഴിഞ്ഞാൽ കർമ്മങ്ങളൊക്കെ ചെയ്ത് അവരെ എടുത്ത് വളർത്തുകയാണ്, സ്വന്തം മക്കളെ പോലെ വളർത്തുകയാണ് കുട്ടികളെ. അപ്പോ ശന്തനു മഹാരാജാവിന്റെ കൃപയ്ക്ക് പകരമായിട്ട് ജീവിക്കുന്ന കുട്ടികളായതുകൊണ്ട് അവർക്ക് എന്ത് പേര് കിട്ടി? കൃപൻ, കൃപി അല്ലെ? കൃപ, കൃപി. ഇത് കൃപൻ നമ്മൾ മലയാളത്തിൽ പറഞ്ഞ കൃപ, സംസ്കൃത കൃപ സംസ്കൃതത്തില്. മലയാളത്തിൽ പറയുമ്പോൾ ഇന്ന് എപ്പോഴും നമ്മൾ ചേർക്കില്ലാത്തല്ലോ അല്ലെ? മലയാളത്തിലോട്ട് കൊണ്ടുവരുമ്പോൾ ഒരു ഇതാണ്, അത് ഗ്രാമർ വേഴ്സ് കുറെ കാര്യങ്ങളുണ്ട്, പക്ഷെ അതിലോട്ട് പോണ്ട. കൃപ മലയാളത്തിൽ നമ്മൾ പറയുമ്പോൾ കൃപൻ എന്ന് പറയാൻ കുഴപ്പമില്ല. കൃപൻ, കൃപി പെൺകുട്ടിയും കൃപൻ ആൺകുട്ടിയും. അങ്ങനെ കുട്ടികൾ കാലാന്തരത്തിൽ വളരുകയാണ്. അങ്ങനെ കാലാന്തരം കുറച്ച് കാലം കഴിയുമ്പോഴത്തേക്കും തന്റെ ജ്ഞാനദൃഷ്ടിയിൽ ഇവരുടെ അച്ഛനോട് ശരദ്വാൻ ഇത് മനസ്സിലാക്കുന്നത്, എനിക്ക് 2 കുട്ടികളുണ്ടായിരുന്നു, ആ കുട്ടികൾ രണ്ടും ഇങ്ങനെ വളരുകയാണെന്ന് മനസ്സിലാക്കിയ അദ്ദേഹം വന്ന് ശന്തനുമാരാണ് കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. അങ്ങനെ ഈ പുത്രനെ, സ്വന്തം പുത്രനുള്ള കൃപനെ താൻ പഠിച്ച ദിവ്യാസ്ത്രങ്ങളും ആയുധങ്ങളും ഒക്കെ കൊടുത്ത് പറയാ ആയുധ കലയില് പ്രാവീണ്യനാക്കി മാറ്റുകയാണ് സ്വന്തം പുത്രനെ. അങ്ങനെ ഈ കൃപൻ കാലക്രമേണ ഇതെല്ലാം പഠിച്ചു തെളിഞ്ഞ് കൃപാചാര്യൻ എന്നുള്ളൊരു സ്ഥാനത്ത് എത്തുകയാണ്. അങ്ങനെ ആ കഥ അവിടെ നിൽക്കുകയാണ്. അങ്ങനെ കൃപൻ ജനിച്ചു, കൃപനും കൃപിയും ജനിച്ചു, കൃപൻ കൃപിയും വളർന്നു, കൃപൻ ആയുധകല സൗയുക്തമാക്കി കൃപാചാര്യനായി. അപ്പൊ അങ്ങനെയുള്ള കൃപാചാര്യനെയാണ് ഭീഷ്മര് സ്വന്തം ഈ കുട്ടികൾ, പേരക്കുട്ടികളെ അല്ലെ അഭ്യസിപ്പിക്കാനായിട്ട് ഏൽപ്പിക്കുന്നു. ഇനി ഇതുമായിട്ട് കണക്ട് ചെയ്ത് ബന്ധപ്പെട്ട വേറൊരാളുടെ ജന്മം കൂടെ ഉണ്ട്. ആ ആണ് ദ്രോണൻ, ദ്രോണാചാര്യർ. അടുത്ത് പറയുന്നത് ദ്രോണരുടെ ജനനമാണ് അടുത്ത് പറയുന്നത്. ആരാ ദ്രോണാചാര്യര്? ആർക്കും പറയാമോ? ഇവരുടെ കൗരവ പാണ്ഡവന്മാരുടെ ഗുരു തന്നെയാണല്ലോ കൃഷ്ണൻ. ഗുരു തന്നെയാണ്. അദ്ദേഹം ആരാണ്? ഇതിന്റെ ബന്ധുക്കൾ ആരൊക്കെയാണ്? കൃപിയുടെ ഭർത്താവ്. അതെ, കൃപിയാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. കൃപിയുടെ ഭർത്താവ്. പിന്നെ ആരാണ്? വളരെ പ്രധാനപ്പെട്ട ഒന്നും കൂടെ ഉണ്ട്. ആരുടെ അച്ഛനാണ്? അശ്വത്ഥാമാവിന്റെ അച്ഛനാണ്. അങ്ങനെ നമുക്ക് ദ്രോണരുടെ ജനനത്തിലേക്ക് വരാം. ഇത് പലർക്കും അറിയുന്നതാണ്, അറിയാത്ത പലരും ഉണ്ടാവും, അതുകൊണ്ട് നമ്മളെല്ലാം പറഞ്ഞു പോകുന്നത് അതുകൊണ്ടാണ്. ദ്രോണൻ ഭരദ്വാജ മുനി കേട്ടിട്ടുണ്ടോ? ഭരദ്വാജ മുനി. ഭരദ്വാജ മുനി ഇങ്ങനെ തപസ്സനുഷ്ഠിച്ച് ഗംഗാതീരത്തൂടെ ഇങ്ങനെ വരുന്ന സമയത്ത്, മറ്റു മുനിമാരോടത്ത് വരുന്ന സമയത്ത് ഇദ്ദേഹം ഒരു കാഴ്ച കാണും. ഗംഗാതീരത്ത് ഘൃതാജി എന്ന് പേരുള്ള അപ്സരസിനെ കാണും. അങ്ങനെ അപ്സരസുമാരെന്ന് വെച്ചാൽ അഭൗമ സൗന്ദര്യത്തിനുടമകൾ എന്നാണ് പറയപ്പെടുന്നത് എല്ലാ പുരാണ അല്ലെ അപ്സരകളെ പറ്റി പറയുമ്പോൾ. ഈ ഒരു സൗന്ദര്യം അല്ലെങ്കിൽ ഇത് എല്ലാവരിലും ഉണ്ട്. എത്ര വലിയ യോഗസിദ്ധികൾ കൊണ്ട ആൾക്കാരായാലും ചില സമയത്ത് ദുർബല നിമിഷത്തിൽ അവരുടെ ചിന്തയും ഒക്കെ ചിലപ്പോൾ ഡൗൺ ആയി പോകും. അത് കുറ്റം പറയാൻ പറ്റില്ല, ആർക്കും അത് പറ്റിപ്പോകുന്നതാണ്. അപ്പോ ഈ സ്ത്രീയെ കണ്ട് അനുരക്തനായി മനസ്സ് വളരെ ചഞ്ചലപ്പെടുന്ന സമയത്ത് ശരീരത്തിൽ ഉദ്ദീപനങ്ങൾ ഉണ്ടായി ഇദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്നും ബീജം പുറത്തു പോകും, സ്ഖലനം സംഭവിക്കും. അങ്ങനെ ആ ബീജം പുറത്ത് താഴെ വീഴുന്നതിന് മുമ്പ് അദ്ദേഹം അവിടെ കണ്ടൊരു മൺകുടത്തിലേക്ക് അത് ശേഖരിക്കും. അതിനെയാണ് ദ്രോണം എന്ന് പറയുന്നത്. ദ്രോണം, മൺകുടം. പിന്നെ ദ്രോണം എന്ന് പേരുള്ള അളവ് പാത്രങ്ങളൊക്കെ ഉണ്ട് പല ഇതിലും. അപ്പൊ ഇതൊരു മൺകുടം എന്ന് നമ്മൾ എടുത്താൽ മതി. ഒരു പാത്രം, ഒരു ബക്കറ്റ് പോലത്തെ ഒരു പാത്രം, അല്ലെങ്കിൽ ഒരു മണ്ണിലുണ്ടാക്കിയ ഒരു പാത്രം, മൺചട്ടി എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക്. ആ ദ്രോണത്തില് ഇത് വീഴും. അദ്ദേഹം അതിനെ സൂക്ഷിച്ചു വെക്കും. അങ്ങനെ അതിൽ നിന്നുണ്ടായ ഒരു കുട്ടി ജനിക്കും. ആ കുട്ടിയാണ് ദ്രോണ. അപ്പൊ ദ്രോണത്തിൽ നിന്ന്, അതായത് ആ മൺകുടത്തിൽ നിന്ന് ജനിച്ച കുട്ടിയായതുകൊണ്ടാണ് ദ്രോണൻ എന്നുള്ള ഒരു പേര് ആ കുട്ടിക്ക് ഉണ്ടായത്.
അപ്പോ ഈ ദ്രോണനാണ് പിന്നീട് കൃപിയെ വിവാഹം കഴിക്കുന്നതൊക്കെ. ഇതിനു മുമ്പ് ഈ ഭരദ്വാജ മുനി തന്നെയാണ് ഈ കുട്ടിയെ വളർത്തുന്നത്, മകനെ. ആ സമയത്ത് പൃഷത മഹാരാജാവ് എന്നൊരു മഹാരാജാവ് ഈ ഭരദ്വാജന്റെ സുഹൃത്തായിട്ടുണ്ടായിരുന്നു. പാഞ്ചാല ദേശത്തെ രാജാവായിരുന്നു പൃഷതൻ. അപ്പൊ ഈ പൃഷത മഹാരാജാവ് ഇടയ്ക്കിടയ്ക്ക് സ്വന്തം പുത്രനോട് കൂടി, പുത്രന്റെ പേരെന്താണ്, പൃഷതന്റെ പുത്രൻ ആരായിരിക്കും, പറയാൻ മാർഗങ്ങളും. ഭരത് മഹാരാജ ആ ഋഷഭദേവനാണോ ഭരത് മഹാരാജാവിന്റെ അച്ഛൻ? ദൃഷ്ടദ്യുമ്നനാണോ പ്രഭു? ഭരദ്വാജന്റെ പുത്രൻ ദൃഷ്ടദ്യുമ്നനാണോ ദ്രോണര്. ഓക്കെ. ഈ ഭരദ്വാജ മുനിയുടെ സുഹൃത്തായിട്ടുള്ള മഹാരാജാവാണ് പൃഷതൻ. പൃഷതൻ സ്വന്തം മകനുമൊത്ത് ഈ ആശ്രമത്തിൽ വരാറുണ്ട്. അവിടെ ഈ കുട്ടി ദ്രോണരുമായിട്ട് കളിക്കാറുമുണ്ട്. അവിടെ നിന്ന് കാര്യങ്ങൾ പഠിക്കാറും ഒക്കെ ഉണ്ടായിരുന്നു. വളരെ ബെസ്റ്റ് ഫ്രണ്ട്സ് പോലെ ആയിരുന്നു അവര്. ആരാണ് ആ കുട്ടി? ദ്രുപദൻ. ദ്രുപദൻ പാഞ്ചാല രാജാവായിട്ട് പിന്നീട് ആകുന്ന ദ്രുപദനാണ് ആ കുട്ടി. വളരെ അടുത്ത്, വളരെ കൂട്ടായി അല്ലെ, വളരെ ബെസ്റ്റി എന്നൊക്കെ പറയും അതുപോലെ. അപ്പോ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഞാൻ വലുതാവുമ്പോ, ഞാൻ രാജാവാകുമ്പോ നിന്നെ ഞാൻ രാജ്യത്ത് കൊണ്ടുപോയി രാജ്യത്തിന്റെ പകുതി നിനക്ക് തരും, നിന്റെ രാജ്യത്തിന്റെ രാജാവ് ആ ഒരു അവസ്ഥയിൽ നിന്ന് എത്തിക്കും എന്നൊക്കെ പറഞ്ഞാൽ വളരെ വാഗ്ദാനങ്ങൾ കൊടുക്കും. കുട്ടികളല്ലേ, അങ്ങനെ പലരും സംസാരിക്കുമല്ലോ. അങ്ങനെ ആ കാലഘട്ടം കഴിഞ്ഞു. ഭരദ്വാജനും പോയി. കാലക്രമേണ പൃഷത മഹാരാജാവും നാട് നീങ്ങി. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇദ്ദേഹം എന്ത് ചെയ്തു, കുറച്ചു കാലം കഴിയുമ്പോൾ യുവാവുമ്പോ ദ്രോണര് കൃപ ആചാര്യരുടെ സഹോദരികൾ കൃപി വിവാഹം കഴിക്കുന്നു. വിവാഹം കഴിപ്പിച്ച് കാലാന്തരത്തിൽ അവർക്ക് ഒരു കുട്ടി ജനിക്കുന്നു. ആ കുട്ടിയുടെ പേരെന്താണ് നമ്മൾ പറഞ്ഞു, എന്താണ്? അശ്വത്ഥാമാവ്. എന്തുകൊണ്ടാ പേര് കിട്ടിയത് ആർക്കും അറിയാമോ? അശ്വം എന്ന് വെച്ചാൽ എന്താണ്? അശ്വം കുതിര. 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 ഈ കുട്ടി ജനിച്ചു വീഴുന്ന സമയത്ത് ഉച്ചീശ്രവസ് എന്ന് പറയുന്ന കുതിരയെ പോലെ അത്യുച്ചമായിട്ട് ആ കുതിരയുടെ ശബ്ദം ചെന്നൈക്കുന്ന സൗണ്ട് ഉണ്ടല്ലോ, അത് ഉണ്ടാക്കിക്കൊണ്ടാണ് ഈ കുട്ടി ജനിക്കുന്നത്. ജനിക്കുമ്പോ തന്നെ മനസ്സിലായോ? അതുകൊണ്ട് അപ്പൊ തന്നെ ഒരു അശരീരി വരും. അശരീരി പറയും ഈ കുട്ടിയുടെ പേര് അശ്വത്ഥാമ എന്നായിരിക്കും. ഒരു അശരീരിയും വരും എന്റെ കൂടത്ത്. മനസ്സിലായോ? കുതിരയെ പോലെ കരഞ്ഞുകൊണ്ട് ജനിച്ചുകൊണ്ടാണ് അശ്വത്ഥാമ എന്ന പേര് കിട്ടിയത്. അങ്ങനെ ഈ കുട്ടി അങ്ങനെ വളരെയാണ് അശ്വത്ഥാമ. പക്ഷെ അറിയാലേ, പണ്ടത്തെ മുനിമാരൊന്നും ബ്രാഹ്മണരൊന്നും അങ്ങനെ ഒരുപാട് സ്വത്തുക്കളും ധനമൊന്നും അങ്ങനെ ചേർത്ത് വെക്കാറില്ല അല്ലെ. അവർ അത്യാവശ്യം ജീവിച്ചു പോകുമ്പോൾ യാചിക്കും, അല്ലെങ്കിൽ അവർ മറ്റു കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ് ജീവിച്ചു പോകുന്നത്. അങ്ങനെ അവര് ധനികന്മാരൊന്നും അല്ല ബ്രാഹ്മണരും മുനിമാരും ഒന്നും. പക്ഷെ ഗൃഹസ്ഥന്മാരുടെ അവസ്ഥ അറിയില്ല. നമുക്കറിയാം, ഇന്നത്തെ കാര്യം നമുക്കറിയാം അല്ലെ. ഗൃഹസ്ഥരായി കഴിഞ്ഞാൽ വളരെ ചെലവാണല്ലേ. കുട്ടികൾക്ക് നല്ല ഫുഡ് കൊടുക്കണം, സ്കൂളിൽ ചേർക്കണം, ട്യൂഷൻ ഫീസ് കൊടുക്കണം അല്ലെ, കറണ്ട് ബില്ല്, വാട്ടർ ബില്ല്, മൊബൈൽ ബില്ല്, ഇന്റർനെറ്റ് ബില്ല്, അങ്ങനെ അല്ലെ. ലോൺ ഉണ്ടെങ്കിൽ ലോണ്, പെട്രോൾ കാശ്, ഇതെല്ലാം കണ്ടുപിടിക്കണ്ടേ. അപ്പൊ ഗൃഹസ്ഥന്മാർ കുറച്ച് ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഭരദ്വാജ മുനിക്കല്ല, ദ്രോണാചാര്യർക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായി. ബില്ല് നടക്കാനുള്ള സാമ്പത്തിക അവസ്ഥയിലത്തെ ഒരു ഇതായി. അപ്പൊ എന്ത് ചെയ്തു, കുട്ടികൾ ചെറിയല്ലേ, എല്ലാവർക്കും അറിയാം വിവാഹം കഴിക്കുന്നത് ചിലപ്പോൾ ചെലവ് കൂടും, പിന്നെ കുട്ടിയാകുമ്പോൾ കുറച്ച് ചെലവ് കൂടും. അത് നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അപ്പൊ എല്ലാവർക്കും ഈ ചെലവും ബുദ്ധിമുട്ടൊക്കെ ഉള്ളത് തന്നെ. അപ്പൊ ഇത് അടുത്ത ഓപ്ഷൻ നോക്കി ഇങ്ങനെ പോകാൻ സമയത്ത് ഇദ്ദേഹം അറിയുന്നുണ്ട് പരശുരാമൻ തന്റെ യുദ്ധങ്ങളൊക്കെ അവസാനിച്ചു 21 തവണ അല്ലെ ശത്രുനിഗ്രഹം നടത്തി. അദ്ദേഹം തപശ്ചര്യകൾക്കായിട്ട് മഹേന്ദ്ര പർവ്വതത്തിലേക്ക് പോവാണ്. അതിനു മുമ്പായിട്ട് അദ്ദേഹം സ്വന്തം ധനവും അതുപോലെ ഈ രാജാക്കന്മാരിൽ പിടിച്ചെടുത്തെല്ലാം അദ്ദേഹത്തിന് അവകാശപ്പെട്ടാണല്ലോ. അപ്പം കുറച്ച് ധനം അവിടെ നിന്ന് കിട്ടും. ബ്രാഹ്മണർക്ക് ദാനം സ്വീകരിക്കാമല്ലോ. അത് പ്രത്യേകിച്ച് പരശുരാമൻ ബ്രാഹ്മണനാണ്, ബ്രാഹ്മണന്റെ ഫേവർ ചെയ്യുന്ന ആളാണ്. അപ്പൊ കിട്ടുമെന്ന് അറിയാം. അപ്പൊ ഇദ്ദേഹം കുറച്ച് വൈകിപ്പോയി എത്തിയപ്പോഴത്തേക്ക്. ഇദ്ദേഹം എത്തുമ്പോൾ തന്നെ അദ്ദേഹം എല്ലാം ബ്രാഹ്മണർക്ക് ദാനം ചെയ്തിട്ട്, വസ്തുക്കളെല്ലാം ദാനം ചെയ്തിട്ട്, അല്ലെങ്കിൽ ധനമെല്ലാം ദാനം ചെയ്തിട്ട് മഹേന്ദ്രപർവ്വതം നോക്കി പൊക്കോണ്ടിരിക്കുകയാണ്. കുറച്ച് ലേറ്റ് ആയിപ്പോയി. നമ്മളെപ്പോലെയാണെന്ന് തോന്നുന്നു അല്ലെ. കുറച്ച് ലേറ്റ്, വണ്ടി മിസ്സാവും, 2 മിനിറ്റിൽ വണ്ടി ലേറ്റ് ആവുന്ന അവസ്ഥ. അപ്പോ ഇദ്ദേഹത്തിന്റെ അടുത്തെത്തും. അപ്പൊ അദ്ദേഹം പറയും എന്താ വേണ്ടത്, സ്വീകരിച്ചിരിക്കും, എന്താണ് ചെയ്യുമ്പോൾ അദ്ദേഹം പറയും എനിക്ക് കുറച്ച് ധനം വേണം, ഗൃഹസ്ഥനായി എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്, ധനം കിട്ടി നന്നായിരുന്നു പറയും. അപ്പോ പരശുരാമൻ പറയും അയ്യോ വൈകിപ്പോയല്ലോ,
എൻ്റെ കയ്യിലുള്ള എന്താ പറയുക വസ്തുക്കളും ധനമൊക്കെ ഞാൻ ദാനം ചെയ്ത് കഴിഞ്ഞു. എൻ്റെ കയ്യിൽ എൻ്റെ ഈ ശരീരവും കുറച്ച് ദിവ്യാസ്ത്രങ്ങൾ മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ എന്ന് പറയും. ഇതിൽ ഏത് വേണം അങ്ങക്ക് തിരഞ്ഞെടുക്കാം. അപ്പൊ അങ്ങനെ അത് ചിന്തിച്ചിട്ട് പറയും, എനിക്ക് അങ്ങയുടെ കയ്യിലുള്ള ദിവ്യാസ്ത്രങ്ങൾ മാത്രം തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ആ ദിവ്യാസ്ത്രങ്ങൾ മാത്രമല്ല, ദിവ്യാസ്ത്രങ്ങൾ എങ്ങനെ പ്രയോഗിക്കണം എന്നുള്ള ഒരു പ്രൊഡക്റ്റ് കിട്ടി അത് ഉപയോഗിക്കാനുള്ള മാനുവലും കൂടെ വേണമല്ലോ, അറിയണമല്ലോ അല്ലേ, അതിനെ പ്രവർത്തിപ്പിക്കാനുള്ള ഇത് അറിയണമല്ലോ, അല്ല കിട്ടിയ കാര്യമില്ല. അപ്പൊ അദ്ദേഹം ആ ആയുധങ്ങളും അത് ഉപയോഗിക്കുന്ന രീതികളും മന്ത്രങ്ങളും ഒക്കെ സ്വീകരിച്ച് അതെല്ലാം കരസ്ഥമാക്കിയിട്ടാണ് അദ്ദേഹം തിരിച്ചു പോകുന്നത്. തിരിച്ചു പോകുമ്പോഴത്തേക്കും അപ്പോഴും അദ്ദേഹത്തിന്റെ ലക്ഷ്യം സാധിച്ചിട്ടില്ലല്ലോ അല്ലെ, ധനം കിട്ടിയിട്ടില്ലല്ലോ, കുടുംബത്തിൽ കുറച്ച് പ്രാരാബ്ദങ്ങളാണ്. അങ്ങനെയാണ് അദ്ദേഹം പെട്ടെന്ന് ഓർമ്മ വരും, എൻ്റെ ഒരു സുഹൃത്ത് ഉണ്ടല്ലോ അവിടെ, ആരാ, ദ്രുപദൻ അല്ലെ, ബാല്യകാല സുഹൃത്ത്, അദ്ദേഹം സ്വന്തം രാജ്യം പോലും എനിക്ക് തരാന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ്. അപ്പൊ എന്തായാലും എനിക്ക് രാജ്യമൊന്നും വേണ്ട, എന്തെങ്കിലും കുറച്ച് സാമ്പത്തികം കിട്ടിക്കഴിഞ്ഞാൽ നല്ലതല്ലേ എന്ന് വെച്ചിട്ട് പാഞ്ചാല രാജ്യം നോക്കി നടന്നു പോകും. അദ്ദേഹം യാത്ര പുറപ്പെടുകയാണ്. അവിടെ എത്തിയപ്പോഴോ അദ്ദേഹം പ്രതീക്ഷിക്കാത്തൊരു സംഭവം നടക്കുന്നു. അദ്ദേഹത്തിന് ദ്രുപദൻ കണ്ട എന്താ പറയാ, ആലുവ മണപ്പുറത്ത് കണ്ട പരിചയം പോലും കാണിക്കുന്നു. അദ്ദേഹം കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയും കൊടുക്കുന്നുണ്ട്, പഴയ കാര്യങ്ങളൊക്കെ. അപ്പൊ ദ്രുപദൻ പറയാ, അതൊക്കെ ശരിയായിരിക്കാം, പക്ഷെ ഇപ്പം ഒന്നും എനിക്ക് അതുപോലെ താങ്കളോട് എനിക്ക് പഴയതുപോലെ അങ്ങനെ ഒരു സുഹൃത്തായിട്ടൊന്നും കാണാൻ എനിക്ക് പറ്റില്ല. കാരണം സൗഹൃദം എപ്പോഴും സമന്മാരോടായിരിക്കണം അല്ലേ, അതായത് ഞാനൊരു ധനികൻ നിങ്ങളൊരു ദരിദ്രവാസി, എങ്ങനെ നമ്മൾ ഒരു മാച്ചിങ് വേണ്ട പറഞ്ഞങ്ങനെ അധിക്ഷേപിക്കുകയാണ്. ഇത് കേട്ട് വളരെ അപമാനം അല്ലേ, നമ്മൾ സഹായം കേട്ട് അവിടെ ചെല്ലുമ്പോഴത്തേക്കും അയാൾ സഹായിക്കുകയല്ല, നമ്മളതിനെ അപമാനിക്കൂടെ ചെയ്യുമ്പോൾ എന്തായിരിക്കും അവസ്ഥ അല്ലേ, നാണം കെടുത്തി വിടുമ്പോ അത് ഒരിക്കലും ഒരു ആർക്കും സഹിക്കാൻ പറ്റില്ല. അത് ഒരു അപമാനം അല്ലെ, എത്ര താഴ്ന്ന നിലയിൽ ജീവിക്കുന്ന ആൾക്കാരായാലും ഒരു ഭിക്ഷക്കാരനായാലും അയാൾക്കും അയാളുടേതായിട്ടുള്ള ഒരു മാന്യത ഉണ്ട്. അപ്പോ അങ്ങനെ അപമാനിച്ചു വിടുകയാണ്. അതായത് മനസ്സ് വെച്ചിട്ട് ഒന്നും പ്രത്യേകിച്ച് റിയാക്ട് ചെയ്യാതെ അദ്ദേഹം ഒന്നും പറയാതെ അവിടെ നിന്ന് നടന്ന് അകന്ന് പോവുകയാണ്, അവിടെ നിന്ന് ആ സ്ഥലത്ത് നിന്ന് പോവുകയാണ്. ഇതാണ് ഈ എന്താ പറയാ, മനുഷ്യന് ഐശ്വര്യം വന്നത്. ഇവിടെ കുന്തിദേവി ശ്രീമദ് ഭാഗവതത്തില് 1-ാം സ്കന്ധത്തിൽ 8-ാം അധ്യായം 26-ാം ശ്ലോകം, ജന്മൈശ്വര്യശ്രുതശ്രീഭിർ ഏതമാനമതപുമാൻ അഭിധാതും വൈ ഗോചരം. മനുഷ്യന് ജന്മം, നല്ല കുലത്തിലുള്ള ജനനം, ശ്രുത വിദ്യാഭ്യാസം, ശ്രീഭിർ ആ ഒരു സൗന്ദര്യവും മറ്റു ഐശ്വര്യങ്ങളും, ഏതമാനം മതപ്പുമാൻ, അത് എന്താ മനുഷ്യനെ എന്താക്കി മാറ്റും, മതം പിടിച്ചവനാക്കും അല്ലെ, അഹങ്കാരിയാക്കി മാറ്റുന്ന പറയും. അഭിധാതും വൈ തോമകിഞ്ചന ഗോചരം. ഭൗതികമായിട്ട് ഇല്ലാതിരിക്കുക, അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ തന്നെ അത് ഇതൊന്നും എന്റേതല്ല, ഈശാവാസിതം സർവം എല്ലാം എന്റേതാണ്, ഒരു അണ്ടർസ്റ്റാൻഡിങ്, ഒരു എന്താ പറയാ, ഒരു അറിവ്, ഒരു ബോധം ഉള്ള ആൾക്കാർക്ക് മാത്രമേ ഭഗവാനെ കാണാൻ പറ്റുള്ളൂ എന്ന് പറയാണ്, ഭഗവാനെ മനസ്സിലാക്കാൻ പറ്റുമെന്ന് പറയാണ്. അല്ലെങ്കിൽ നമുക്ക് നന്നായിട്ട് പെരുമാറാൻ പറ്റുന്നല്ലേ. ഈ ഐശ്വര്യവും ഉന്നതകുല ജാതത്വവും സൗന്ദര്യവും ഇതൊക്കെ നമ്മളെ കണ്ണ് മറയ്ക്കുകയാണ്, അന്ധനാക്കി മാറ്റുകയാണ് നമ്മളെ. ഈ ഒരു അവസ്ഥയാണ് ആർക്ക് സംഭവിച്ചത്, ഇവിടെ നമ്മുടെ ദ്രുപദ മഹാരാജന് സംഭവിച്ചത്. പഴയതെല്ലാം മറന്നുപോയി, അധികാരവും ആ ഒരു ഇതൊക്കെ കിട്ടിയപ്പോൾ അല്ലെ, രാജാവായപ്പോൾ അദ്ദേഹം അല്ലെ സർവ്വ എന്താ പറയാ എല്ലാം നിറഞ്ഞ തികഞ്ഞ ഒരു അവസ്ഥയിൽ എത്തുമ്പോൾ എല്ലാവർക്കും അങ്ങനെ തോന്നും, വേറെ ദുഃഖം ദുരിതങ്ങളൊന്നും ഇല്ല അല്ലെ. ഈ റേഷൻ മേടിക്കാൻ കാശില്ലാത്തവന് മാത്രമേ അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ. ഒരു കോടീശ്വരന് ചിലപ്പോൾ അത് മനസ്സിലാവണമെന്നില്ല, ചിലപ്പോൾ ഒരു പാവപ്പെട്ടവന് വേറൊരു പാവപ്പെട്ട ഒരു അവസ്ഥ മനസ്സിലാവും. പക്ഷെ ഒരു ധനികൻ ഒരിക്കലും ഇവൻ സ്ട്രഗിൾ ചെയ്യുന്നത് മനസ്സിലാക്കണമെന്നില്ല. അപ്പൊ കാരണം ഇവൻ എല്ലാത്തിനും എല്ലാ സുഖലോലുകളുടെയും മുകളിൽ കിടക്കുകയാണ്. പട്ടുമത്തി കിടന്ന് ഉറങ്ങുന്നവന് റോഡിൽ കിടന്നുറങ്ങുന്ന പിച്ചക്കാരന്റെ അവസ്ഥ മനസ്സിലാക്കണമെന്നില്ല. അപ്പോ ഈ ഒരു അവസ്ഥ ഇവിടെ ഉണ്ടായി. അങ്ങനെ അപമാന ഭാരത്തോടു കൂടി അദ്ദേഹം അങ്ങനെ പോവുകയാണ് അവിടെ. അങ്ങനെ പോകുന്ന അവസരത്തില് ഈ ഹസ്തിനാപുരിയുടെ പ്രാന്തപ്രദേശങ്ങളിൽ ഈ കുരുവംശ രാജകുമാരന്മാര് പാണ്ഡവരും കൗരവരൊക്കെ ചേർന്ന് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് എന്താ കളിച്ചുകൊണ്ടിരുന്ന അവര് ആർക്കെങ്കിലും പറയാമോ? പന്തല്ലേ, പന്ത് കളിച്ചുകൊണ്ടിരുന്ന അല്ലേ. ഈ പന്ത് കളി പണ്ടേ ഉണ്ട്, ഇപ്പോഴൊന്നല്ല. പന്ത് കളിച്ചുകൊണ്ടിരുന്ന പന്ത് എന്തോ ഒരു പൊട്ട കിണറ്റിൽ വീണു പോകും ആ സാഹചര്യത്തിൽ. അപ്പോ ആ സമയത്താണ് ഒരു മെലിഞ്ഞുണങ്ങിയ ഒരു ബ്രാഹ്മണൻ അവിടെ വരുന്നത്. കുട്ടിയുടെ എന്താ പറ്റിയത്, നിങ്ങൾ വിഷമിച്ച് പറയും, ഞങ്ങളുടെ കളിച്ചുകൊണ്ടിരുന്ന പന്ത്
പൊട്ടക്കിണറ്റിൽ വീണ് പോയി, ഞങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നില്ല. അപ്പൊ നിങ്ങളൊക്കെ വലിയ ക്ഷത്രിയകുമാരന്മാരല്ലേ, എന്തുകൊണ്ട് എടുക്കുന്നില്ല, നിങ്ങൾക്ക് പറ്റുന്നില്ലേ, എന്ത് പറ്റി, നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ശക്തിയിലൊക്കെ ഭയങ്കര എന്താ പറയാ അതിയായ എന്താ പറയാ ഒരു പ്രൗഡ്, ഒരു അഹങ്കാരമുള്ള ആൾക്കാരല്ലേ നിങ്ങൾക്ക് എന്നും എടുക്കാൻ പറ്റാത്ത എന്തുകൊണ്ടാന്ന് പറയും. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ശരി ഞാൻ എടുത്തു തരുമെന്ന് ചോദിക്കും. കുട്ടികൾ അപേക്ഷിക്കും. അദ്ദേഹം എന്ത് ചെയ്യുന്ന വെച്ചാല് ദർഭ പോലൊരു പുല്ലെടുത്ത് ആദ്യം അകത്തേക്ക് എടുക്കും. പിന്നെ അടുത്ത് വീണ്ടും വീണ്ടും പുല്ലുകൾ എടുത്തിടുമ്പോൾ പുല്ലുകൾ അതിൽ കണക്ട് ആവണം, ജോയിൻ ചെയ്യണം. അങ്ങനെ ഈ പുല്ലുകളെല്ലാം യോജിപ്പിച്ചിട്ട് അദ്ദേഹം ഇങ്ങനെ ഒന്ന് വലിക്കുമ്പോഴത്തേക്കും ഈ പന്ത് ആദ്യത്തെ പുല്ല് ആ പന്തിൽ തുളച്ചു കയറും. അങ്ങനെ കണക്ട് ചെയ്ത് വരുമ്പോൾ അതിന്റെ കയ്യിൽ ആ പുല്ലെത്തുന്ന സമയത്ത് പുല്ല് കയ്യിലെത്തുന്ന തരത്തിലാവുമ്പോഴത്തേക്കും അത് വലിക്കുമ്പോൾ ഈ പന്ത് മുകളിലേക്ക് വരും. ഇത് കണ്ട് കുട്ടികൾ ആകെ അത്ഭുതപ്പെട്ടു പോകും. ഇതെന്താടാ, ഇതെന്ത് മായമാണോ മന്ത്രമാണോ എന്ന് അറിയാത്തതുകൊണ്ട് കുട്ടികൾ ഇങ്ങനെ അത്ഭുതപ്പെടും. അവരാദ്യമായിട്ട് കാണുന്ന ഇങ്ങനെ സംഭവം. അത് മാത്രമല്ല അദ്ദേഹം അതിനു മുമ്പായിട്ട് അതിന്റെ മോതിരം കൂടെ അതിനകത്തിട്ട് പുള്ളി ആ മോതിരം എടുക്കാൻ പറ്റും. അദ്ദേഹം എന്ത് ചെയ്യുന്ന വെച്ചാൽ അവിടുന്ന് ഒരു ദിവ്യമായിട്ടുള്ള ഒരു അമ്പും വില്ലും എടുത്തിട്ട് ആ അമ്പ് കൊണ്ട് അദ്ദേഹം ആ മോതിരത്തിനെ തിരിച്ച് എടുക്കും, കരയിലോട്ട് എടുക്കും. ഇതൊക്കെ കുട്ടികൾ ആകെ അത്ഭുത പരതന്ത്രരാവും. പറയും ആദ്യം പറഞ്ഞിട്ടുണ്ടാവും ഈ പന്തെടുക്കാൻ സഹായിച്ച് എന്ത് തരും നിങ്ങൾ. കുട്ടികളൊന്നും പറയാത്തവന്ന് പറയും എനിക്ക് വിഭവസുഹൃത്തമായ ശ്രദ്ധ തന്നാൽ മതി എന്ന് പറയും. അങ്ങനെ പറഞ്ഞിട്ടാണ് ഇത് ചെയ്യുന്നത്. അത് കഴിയുമ്പോൾ ഇതെല്ലാം എടുത്തു കൊടുത്തു കഴിയുമ്പോൾ അങ്ങ് ആരാണ്, എന്താണ്, അങ്ങ് സാധാരണ വ്യക്തിയല്ല, അങ്ങനെ പറ്റി അറിയണം. അപ്പൊ അദ്ദേഹം പറയും ഞാനായിട്ട് പറയുന്നില്ല, നിങ്ങൾ പോയി നിങ്ങളുടെ മുത്തശ്ശനോട് ഭീഷ്മ പിതാമഹരോട് പറയും, നടന്ന സംഭവങ്ങളെ വിശദീകരിച്ച് അദ്ദേഹത്തിന് ഞാൻ ആണെന്നപ്പം മനസ്സിലായിക്കോളും എന്ന് പറയും. ഈ കഥകളൊക്കെ കുട്ടികൾ ഓടിച്ചെന്ന് വളരെ ആകാംക്ഷയോട് കൂടി ചെന്നിട്ട് മുത്തച്ഛനോട് പറയും. മുത്തച്ഛൻ ഇതെല്ലാം അറിഞ്ഞിട്ട് വളരെ എന്താ പറയാ ആചാരപൂർവ്വം ദ്രോണരെ വന്നത് സാധാരണ വ്യക്തിയെല്ലാം മനസ്സിലാക്കി അദ്ദേഹം ദ്രോണരാണെന്ന് മനസ്സിലാവും. ഭീഷ്മർ അത്രയും സർവജ്ഞനാണല്ലോ, ഒരു ചക്രവർത്തി തുല്യനായിട്ടാണ് അദ്ദേഹം അന്ന് അവിടെ ഇരിക്കുന്നത്. രാജാവായിട്ട് സിംഹാസനം ഇരിക്കുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷെ അന്ന് ലോകം മുഴുവനും എന്താ പറയാ ആദരിക്കുന്ന അല്ലെങ്കിൽ ഭയക്കുന്ന തരത്തിലുള്ള ഒരു ചക്രവർത്തി തുല്യനായിരുന്നു ഭീഷ്മർ. അപ്പൊ രാജാവെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് ലോകത്തിലെ എല്ലാ കാര്യങ്ങളും എല്ലാത്തിൻ്റെ ഒരു ചക്രവർത്തിക്ക് എല്ലാം അറിവുണ്ട ആളാണ്. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലാവുകയും വളരെ ആചാരപൂർവ്വം ദ്രോണാചാര്യരെ സ്വീകരിച്ചു കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട്. അപ്പോഴദ്ദേഹം സ്വന്തം അനുഭവങ്ങൾ പറയും ഈ ഭീഷ്മരോട്. ഇങ്ങനെ സംഭവിച്ചു, ഞാനിങ്ങനെ സ്വന്തം അച്ഛൻ്റെ തന്നെ ശിഷ്യനായിട്ടുള്ള ഭരദ്വാജന്റെ ശിഷ്യനായിരുന്ന അഗ്നിവേശൻ എന്നുള്ള ഋഷിയിൽ നിന്നും ആയുധങ്ങളും ആയുധകലയൊക്കെ ഞാൻ പഠിച്ചു. അവസാനം പരശുരാമന്റെ അടുത്ത് പോയി ഇങ്ങനെ കിട്ടി. ഇതെല്ലാം പറഞ്ഞിട്ട് പറയും എനിക്ക് വളരെ ദരിദ്രമാണ് എൻ്റെ അവസ്ഥ. എൻ്റെ ബാല്യകാല സുഹൃത്തായിട്ടുള്ള ദ്രുപദനെ കാണാൻ പോയി, അങ്ങനെ അപമാനം ഉണ്ടായി. അത് മാത്രമല്ല എൻ്റെ കുട്ടിയിൽ വെച്ചാൽ അവന് ഒരു പോഷകാഹാരം കൊടുക്കാനുള്ള അവസ്ഥ പോലും എനിക്കില്ല. ഞാനിപ്പോ ഇറങ്ങിയത് പശുവിനെ കിട്ടുമോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. കാരണം എൻ്റെ കുട്ടി ഏതൊരു പശുവുള്ള വീട്ടിലെ കുട്ടി പാല് കുടിക്കുന്ന കണ്ടിട്ട് എൻ്റെ മകൻ അശ്വത്ഥമ അവന് പാല് കുടിക്കാൻ ആഗ്രഹമായി. അവനത് പാല് ചോദിച്ചു. അതിനുപോലും എനിക്കൊരു വഴിയില്ല. ഞാൻ പല സ്ഥലത്തും അലഞ്ഞു, പക്ഷെ പലർക്കും പശുവുണ്ട്, പക്ഷെ അധികം പശുക്കളൊന്നുമില്ല. ഞാനിപ്പോൾ ആരുടെയെങ്കിലും പശുക്കളെ സ്വീകരിച്ച് അവരുടെ യജ്ഞത്തിന് യാഗത്തിന് ആവശ്യമുള്ള പാല് അവർക്ക് ഷോർട്ടേജ് വരും, കുറവ് വരും. അപ്പൊ ഞാൻ കാരണം അങ്ങനത്തെ ഉണ്ടാകാൻ പാടില്ല. ഒരുപാട് പശുക്കൾ ഉള്ള എനിക്ക് ദാനം നൽകാനായിട്ട് കഴിവുള്ള ഒരാളെ ഞാൻ തേടി ഇറങ്ങിയതാണ്. അപ്പോഴാണ് ഇവിടെ എത്തിപ്പെട്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ എൻ്റെ മകൻ അവന് പാൽ കുടിക്കാൻ വലിയ ആഗ്രഹമായിരുന്നു, പക്ഷെ കൊടുക്കുന്ന പോഷകാഹാരം കൊടുക്കാനില്ല. അത് കഴിയുമ്പോൾ ഈ കുട്ടികളൊക്കെ ഇവനെ കളിയാക്കും. പാൽ കുടിക്കാൻ ആഗ്രഹം, ഈ മറ്റു കുട്ടികൾ പാൽ കുടിക്കുമ്പോൾ ഇവര് പാലാഗ്രഹം. അപ്പൊ എന്താ വെച്ചാല് ഈ കുട്ടികൾ ഒരു പ്രാവശ്യം അരിപ്പൊടി കലക്കി പാലാണെന്ന് പറഞ്ഞ് കുട്ടിയെ കുടിപ്പിക്കുന്നുണ്ട്. കുടിച്ചിട്ട് കൈകൊട്ടിച്ചിരിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നത് ഇത് ഈ അച്ഛൻ കാണുന്നുണ്ട്, ദൂരെ മാറി നിന്ന് കാണുവാനിടയായി. അങ്ങനെ ഈ ഒരു ദാരിദ്ര്യം പിടിച്ച അവസ്ഥയിലാണ് ഞാൻ ജീവിക്കുന്നതെന്നെല്ലാം ഭീഷ്മര് പറഞ്ഞ് മനസ്സിലാക്കണം. അതിനുശേഷമാണ് ഭീഷ്മര് ഈ ദ്രോണാചാര്യരെ തൻ്റെ പൗത്രന്മാരായിട്ടുള്ള ഈ രാജകുമാരന്മാരെ ഈ പഠിപ്പിക്കാനും അവരെ ആയുധകലയിൽ പ്രാവീണ്യമുള്ളവരാക്കി മാറ്റാനുമായിട്ട് ഏൽപ്പിക്കുന്നത്. ഹരേ കൃഷ്ണ. ഇതിലൂടെ നിർത്താം. നമ്മൾ അടുത്ത ടോപ്പിക് തുടങ്ങിയാൽ നമുക്ക് നിർത്താൻ പറ്റില്ല. എന്നിട്ട് നമുക്കിവിടെ നിർത്താം. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ, ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മാതാജി പ്രഭു ഉണ്ടോ? കഥാമൃത പ്രഭു അല്ലെങ്കിൽ ഐശ്വര്യ മാതാജി ഉണ്ടോ ഇവിടെ? ഹരേ കൃഷ്ണ. ഇല്ല പ്രഭു. ഹരേ കൃഷ്ണ. ഇല്ല അല്ലേ? അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ബിസി ആയിരിക്കും ചിലപ്പോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനോ ചോദിക്കാനോ? ഹരേ കൃഷ്ണ.
ആർക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ, പറയാനുണ്ടോ? ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. പ്രഭുജി, ഈ കൃപാചാര്യരൊപ്പം പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നില്ലേ പിള്ളേരെ? അതെ 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 അതെ. പക്ഷെ കൃപാചാര്യക്കാളും കുറച്ച് ഒരു പടി മുമ്പിൽ കുറച്ചുകൂടെ ഒരു പ്രഗത്ഭനായിട്ട് ആളാണ് ദ്രോണാചാര്യൻ. രണ്ടുപേരും ഇവരുടെ ഗുരുക്കന്മാർ തന്നെയാണ്. കാരണം ഹസ്തിനാപുരിലാണ് ഇദ്ദേഹം താമസിക്കുന്നത്, അറിയാലോ നമ്മുടെ കൃപാചാര്യര്. ആ സമയത്ത് കുറച്ചു നേരം സഹോദരിയുടെ വീട്ടില് ഈ ദ്രോണാചാര്യൻ നിൽക്കാറുണ്ട്. സഹോദരല്ല, സോറി, ഇവര് ഒരു വീട്ടിൽ നിൽക്കാറുണ്ട് സാധാരണ. ഇവരൊക്കെ ഒരുമിച്ചുണ്ടായിരുന്നു, കൃപനും കൃപിയും ദ്രോണാചാര്യരും ഒക്കെ. അത് സഹോദരനല്ല, എന്താ പറയാ, ബ്രദറല്ലോ അല്ലെ, അളിയൻ. കൃപാചാര്യ വീട്ടിൽ നമ്മൾ നിൽക്കുന്നുണ്ടായിരുന്നു, ആരാണെന്ന് അറിയിക്കാതെ, സ്വന്തം ഐഡന്റിറ്റി പുറത്താക്കാതെ അവിടെ ഹസ്തനപുരത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. ആ സാഹചര്യത്തിലാണ് കാണുന്നത്. പക്ഷെ നമ്മൾ പറയുമല്ലോ, ഇവർ രണ്ടുപേരും ഇവരുടെ ഗുരുക്കന്മാരാണ്. പക്ഷെ കുറച്ചുകൂടെ ദിവ്യ ആയുധങ്ങളും ഒക്കെ, ബ്രഹ്മാസ്ത്രം വരെയുള്ള കാര്യങ്ങൾ പരശുരാമനിൽ നിന്ന് നേരിട്ട് വിദ്യ സ്വീകരിച്ച ആളല്ലേ ദ്രോണൻ. അപ്പൊ ദ്രോണൻ കുറച്ചുകൂടെ നമ്മളെപ്പോഴും കുട്ടികളല്ലേ, കുറച്ചുകൂടെ ട്യൂഷൻ സെന്റർ ആയാലും ഏറ്റവും കൂടുതൽ നല്ല ഡിഗ്രിയുള്ള സാറ്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ റാങ്ക് മേടിക്കുന്ന ട്യൂഷൻ സെന്റർ, അവിടെയെല്ലാം നമ്മൾ നോക്കാറുള്ളൂ അല്ലേ. അങ്ങനെ ദ്രോണരെ ഏൽപ്പിക്കും. അങ്ങനെ നമുക്കാണ് ഈ ഒരു ഈഗോ പ്രശ്നം, അവർക്ക് അങ്ങനെയൊന്നുമില്ല. ദ്രോണരും കൃപരും ഒക്കെ ചേർന്ന് തന്നെയാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഈ ഫ്രീ ടൈമിൽ അശ്വത്ഥമാവും കുട്ടികളെ പഠിപ്പിക്കുന്ന പറഞ്ഞത്, മറ്റു കുട്ടികളെ ഇടയ്ക്കിടയ്ക്ക്. അത്ര സമ്മർദ്ദമായിരുന്നു അശ്വത്ഥമാവ്. അങ്ങനെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. താങ്ക് യു പ്രഭു. എന്ത് ചെയ്യാലേ പ്രഭു? ആർക്കെങ്കിലും ചോദിക്കണേ ചോദിക്കാൻ സമയമുണ്ട്, ഒരു 3-4 മിനിറ്റ് കൂടെ ഉണ്ട്. ഇല്ലെങ്കിൽ നമുക്ക് നിർത്താം. എല്ലാവർക്കും ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഇത് ഉപകാരപ്പെടുന്നുണ്ടോ ഈ ഒരു നമ്മുടെ സെഷൻ? 1 മണിക്കൂർ. ഹരേ കൃഷ്ണ പ്രഭു, നല്ല ക്ലാസ് ആണ് പ്രഭു. ഉണ്ട് പ്രഭു. ഹരേ കൃഷ്ണ. ഞാൻ ഒരുപാട് ആൾക്കാർ സംശയിച്ചിട്ടുണ്ട്, പക്ഷെ പുതുതായിട്ട് ആരും വന്നിട്ടുള്ള എനിക്കറിയാം. ആരെങ്കിലും പുതുതായിട്ട് ഇന്ന് ജോയിൻ ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ ഇന്ന് ആദ്യമായിട്ട്? ഞാൻ ഇന്ന് കേറിയിട്ടുള്ളൂ പ്രഭു. ഞാൻ കുറെ നാളെ ഇത് കയറണം, ആ സമയം അങ്ങോട്ട് തെറ്റി പോവാ, അത് കാരണം കയറാൻ പറ്റാറില്ല, മറന്നു പോകും. അഥവാ സമയം കിട്ടിയില്ലെങ്കിലും നമ്മുടെ മാതാജി പ്രഭു യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, അത് നിങ്ങൾക്ക് കേൾക്കാം. നമ്മുടെ എല്ലാ ക്ലാസ്സും, ചേതന ചരിതാമൃതം, ഭാഗവതം, എല്ലാ ക്ലാസ്സും, ഗീത എല്ലാം നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. മാതാജി അത് ഗ്രൂപ്പിൽ ഇടുന്നുമുണ്ട്. അപ്പൊ ഞാൻ ഒരുപാട് അയച്ചു കൊടുത്തു, എനിക്ക് പരിചയമുള്ള ലീഡേഴ്സിനൊക്കെ അയച്ചു കൊടുത്തു, കേരള. പിന്നെ ഇതിലേക്കുള്ളവർക്ക് സമയത്തിന്റെ ഒരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞു. തൽക്കാലം ഇതെങ്ങനെ പോട്ടെ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഞാനും ആദ്യമായിട്ട് കയറിയതെന്ന ക്ലാസ്സിൽ ഇരിഞ്ഞാലക്കുട ഉള്ള ഗ്രൂപ്പില് ഇത് ഈ ലിങ്ക് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ അത് മാതാജിയോട് ഞാനാണ് മാതാജിയോട് പറഞ്ഞത് പോസ്റ്റ് ചെയ്യാനായിട്ട്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. സച്ചി മാതാജിയോടാ പറഞ്ഞേ? സച്ചി മാതാജിയോടാണ് പറഞ്ഞത്. സച്ചി മാതാജിയുടെ അനിയത്തിയാണ് ഞാൻ. ഓ ഹരേ കൃഷ്ണ. മാതാജി ഞങ്ങൾക്ക് വർഷങ്ങളായിട്ടുള്ള പരിചയമാണ്. സിനി മാതാജി ഇരിങ്ങാലക്കുട അല്ല, ഞാൻ പണ്ട് അവിടെ നാട്ടിലുണ്ടായിരുന്ന സമയത്ത് ഈ ഗ്രൂപ്പ് അവിടെ ക്ലാസ്സിന് പോവാറുണ്ടായിരുന്നേ. പക്ഷെ ഗ്രൂപ്പ് ഇപ്പൊ നമ്മൾ ദുബായിലാണ്, പക്ഷെ ഗ്രൂപ്പിൽ നിന്ന് പോയിട്ടില്ല. അപ്പൊ ഇപ്പൊ ഇങ്ങനെ കണ്ടു. ഹരേ കൃഷ്ണ.